الذين كفروا بربهم يعدلون. ഇവിടെ ബാന്റെ താലൂക്ക് എടുത്തേക്കാന്ന്. ثم الذين كفروا بربهم കഫറൂലേക്ക് കൊടുത്ത് റബ്ബിനെ കൊണ്ട് കളവാക്കി വിട്ടു. യഅദിലൂൻ സത്യമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയി. ഒന്ന് ثم الذين كفروا بربهم അപ്പം ബിറബ്ബി എഴുതി കൊടുത്തു. ثم الذين كفروا بربهم يعدلون. ഇപ്പുറത്തേക്ക് വന്നാൽ എന്തായി? യഅദിലിലേക്ക്. അപ്പം ഏതാ വേണ്ടത്? അപ്പൊ അദലാക്ക് അർത്ഥം തെറ്റിപ്പോവുക എന്നർത്ഥമുണ്ട്, തുല്യമാക്കുക എന്നർത്ഥമുണ്ട്. അപ്പം ഭൂരിപക്ഷ ആളുകളും ഇപ്പുറത്തേക്കാണ് കൊടുത്തത്. എന്താണ്? സുമ്മല്ലദീന കഫറു, അള്ളാഹുണ്ട് കാഫറായ കൂട്ടർ. അപ്പൊ ആരെക്കൊണ്ട് കാഫറായി എന്ന് പറയേണ്ട ആവശ്യമില്ല. വല്ലദീന കഫറു എത്രയോ കൊണ്ടുണ്ട്. ആരെക്കൊണ്ട് കാഫറായി എന്ന വിഷയം വേണ്ട. ബിറബ്ബിഹിം യഅദിലൂൻ, റബ്ബിനോട് ഇവർ ആരാധ്യ വസ്തുക്കളാക്കുന്ന ആലിഹത്തിനെ തുല്യപ്പെടുത്തുന്നുണ്ട് എന്നാണ്. അതിന് തെളിവെന്താ? ഇത് നുസബ്ബീക്കും ബിറബ്ബിൽ ആലമീൻ ഒരാഴ്ചയില്ലേ? റബ്ബുൽ ആലമീനോട് തുല്യമായിട്ടാണ് നിങ്ങളെ നമ്മൾ കണ്ടത് ആലിഹത്തിനാണ്. അപ്പൊ ഈ സാധനത്തിന് റുബൂബിയ്യത്തിന്റെ റബ്ബിന് കൊടുക്കേണ്ടെന്ന് എന്തോ ഒരു ഔസാഫ് കൊടുത്തിട്ട് റബ്ബിനെ പോലെ കാണുന്നതാണ് ഇവിടെ പ്രശ്നം. അപ്പൊ റബ്ബിയത്തേക്ക് അത് ഓതി തന്നെ വരൂ. ثم الذين كفروا بربهم يعدلون. റബ്ബി പ്രത്യേകം തിരിഞ്ഞല്ല. എന്നല്ലാണ്ട് റബ്ബിനെ കൊണ്ട് കാഫറായ കൊണ്ട് തെറ്റീന്ന് എല്ലാവർക്കും അറിയുന്നതല്ല. അത് പ്രത്യേക വിഷയമായിട്ട് എടുക്കണം. അതെ, അങ്ങനെ കുറേ കലിമാത്തുണ്ട്. ഇപ്പം ഏതാ നമ്മളെ പേജ് 400. അത് നമ്മൾ ഇപ്പം തഫ്സീർ നോക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കണമെന്ന് വിചാരിച്ചത്. പേജ് പറയാം. ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? യാ നിസാഅൻ നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുൻ. ഇതാണ് നമ്മളെ മുസാഫിറിന്റെ മുത്ത്. നിങ്ങളെങ്ങാനും തഖ്വ ചെയ്യുന്നവരാണെങ്കിൽ സാധാരണ സ്ത്രീകളെ പോലെയല്ല, നിങ്ങൾ ഗ്രേഡ് വളരെ മികച്ചു പോയി എന്ന് പറയും. നബിയുടെ ഭാര്യമാർ അസ്വാജു താഹിറാത്ത്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അത്ര സഹാബികൾ വന്നല്ലോ, പല പദവിയുണ്ട്. അപ്പൊ ഫലാ തഖ്ളഅന എന്നുള്ളത് അവരോട് കൊടുക്കുന്ന അഹ്കാമ്. അതുകൊണ്ട് ബാക്കി ഉണ്ടാക്കുമ്പോൾ അന്യരോട് സംസാരിക്കുമ്പോൾ നല്ല വിനയത്തോടെ സംസാരമൊന്നും പറ്റൂല. അന്നേരം എന്താക്കും? ചില മാനസിക രോഗികളുണ്ട്. കൽബിൽ മറന്നല്ലാണ്. ഇത് തിരക്കുകളിലല്ല, നമുക്ക് ഇനി കൂടുതൽ സംസാരിക്കാൻ തോന്നിക്കളയും. അതിനിട കൊടുക്കണ്ട. നിങ്ങളെ ബാക്കി എന്താക്കണം? കുറച്ച് ഗൗരവം പരിശ്രമടോ, ഇതെന്ത് കടുപ്പ വീട് നിന്നാൻ പറ്റൂല എന്ന് തോന്നണം. അപ്പർച്ചില്ലി ഇനി ഇപ്പുറം വെച്ചാൽ എന്താകലി? നിങ്ങൾ തഖ്വ ചെയ്യുന്നവരാണെങ്കിൽ ഫലാ തഖ്ളഅന ബിൽ ഖൗലി എന്നാ കിട്ടുക. അപ്പോൾ അതിലേതാ യോജിപ്പിരുന്നു? ആദ്യത്തിലെ ഇപ്പം കൊടുത്തു. നമ്മളെ ഈ മദനിയായ മുസാഫിന് ഇത് മദനിയാണ്. ഇത് നമുക്ക് അങ്ങനെയല്ലേ? എന്ന് നമ്മൾ തഫ്സീർ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച അത് എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ അങ്ങ് നീണ്ട് അങ്ങനെ പോയിപ്പോയതാ. അസീൽ ഹുസൈനേതാ തോന്നുന്ന? അതെ, തഖ്വ ചെയ്യുമ്പോൾ നിങ്ങളെ തഖ്വ എന്താ ഹൈ ഗ്രേഡിലായല്ലോ. എത്രാമത്തെ 32 ചെറിയ എഴുത്തായിട്ട് എന്തൊരു ചെറിയ എഴുത്താക്കൽ, വെകാത്ത ചോറാക്കൽ, അല്ല ഇപ്പോഴത്തെ ഒരു പുതിയ സമ്പ്രദായത്തിൽപ്പെട്ടതാണെന്നാണ്.
പരിചയത്തിൽ അങ്ങോട്ട് കിട്ടി മക്കാല പണി നോക്കേണ്ട കിതാബ് ഒരുപാട് പരിയിലുണ്ട്. 33ഓളം വകുപ്പിലുള്ള തഫ്സീർ നമ്മുടെ പരിയിലുണ്ട്. 32 പൊള്ളിയല്ല, 32 വ്യത്യസ്തങ്ങളായ തഫ്സീർ. ആയത്ത് കിട്ടി. യാ നിസാ അന്നബിയ്യി ലസ്തുന്ന കാഹിദൻ മിനൻ നിസാ ഇനിസ്തഖദിനോട ഇവിടെ മാനക്കെ കൊടുത്തു. അതായത് ലസ്തുന്ന കാഹിദൻ മിനൻ നിസാഇൻ്റെ ആളെ ഒരാൾ വെച്ച് നോക്കുക. അപ്പോൾ ഇനിത്ത കൈത്തുന്ന അപ്പുറത്തേക്ക് കൂട്ടണം, അല്ലെങ്കിലോ ഇപ്പുറത്തേക്ക് കൂട്ടണം. അവിടെയും വെച്ച് ഇനിത്ത കൈത്തുന്ന സ്വന്തം ഓതിയാൽ ഭാഷ പ്രകാരം ഒരു അർത്ഥമില്ലാത്ത എന്തായി ഒരു ഫായിദയില്ല. ഒരു ജുംലക്ക് എന്ത് വേണോ, ഒരു ഫായിദ വേണ്ടേ, മുഫാദ്. ആ കലാമ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ അതിനാണ് മുഫാദ് എന്ന് പറയാം. അത് കിട്ടൂല. ഏതുപോലെ ദാലിക്കൽ കിതാബു ലാ റൈബ് അവിടെ വെച്ച്. അപ്പം ഫീഹി എന്താകണം, ഫീഹി ഹുദല്ലിൽ അപ്പോഴേ കൂട്ടണം. അപ്പോൾ മറ്റേൻ്റെ ഖബർ മുഖദ്ദമായി. അല്ലെങ്കിൽ ലാ റൈബ ഫീഹി, ഇത് റൈബില്ലാന്ന് ഫീഹി പുറത്തേക്ക് കൂട്ടി. ഒരാളിങ്ങനെ ഒന്ന് നോക്കാം, ദാലിക്കൽ കിതാബു ലാ റൈബ് ഫീഹി. കലാമിൻ്റെ മുഫാദ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടെന്നോ ഇല്ലെന്നോ ഇസ്ബാത്തോ നഫി ഉണ്ടാകണം. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം എന്താ ലഹുവൈ. അതുപോലെയാണ് ഇനിത്തക്കൈ തുന്നാൻ്റെ അവിടെ മാത്രം വെച്ചാൽ ഉണ്ടാകല്. അപ്പോൾ അവിടെ 3 പുള്ളി അതിലുണ്ടാകും. അത് ഇതിലെങ്ങനെ കൊടുത്തിരുന്നു. ഇനി ഷറഹി വായിക്കാം. വായിക്കട്ടെ അടുത്തോ. അതേതാ തഫ്സീർ? അതിനെയാ അവിടുത്തെ ബഷീർ സാറ് കാണുന്നില്ല, തഫ്സീറില്ലാന്ന് തോന്നുന്നു, കാണുന്നില്ല. കൊണ്ട് വായിച്ചേ. അപ്പൊ ഇപ്പൊ എന്താ ഇതൊക്കെ ഇപ്പുറത്തേക്ക് കൊടുത്തു. ഇതൊക്കെ ഇതിന് ഇങ്ങോട്ടേക്ക് ഷർത്താക്കി. നിങ്ങളെങ്ങാനും തഖ്വ ചെയ്യുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെക്കാളും മറികടന്നു എന്നാണ് പറഞ്ഞു വന്നത്. ആരെ മാതിരിയല്ല, തഖ്വനൊക്കെ കൂട്ടിപ്പിടിച്ച്. അങ്ങനെയാണ് ഇപ്പോൾ ആ തഫ്സീർ പ്രകാരം കൊടുത്തത്. നല്ലാണ് തഖ്വ ചെയ്യുന്നവരാണെങ്കിൽ സംസാരത്തിൽ കാഠിന്യം പോകണമെന്നല്ല പറയുന്നത്. ഇതിലില്ലേ ആ തഖ്വ ഒരു ഷർത്താക്കി വെച്ച് ഇതിൽ കൊടുത്തിട്ടില്ല. അതിന് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അതന്നെ ഇപ്പം വായിച്ചാൽ തന്നെ. ഹാദിഹി ആദാബുൻ അമറല്ലാഹു തആല ബിഹാ നിസാ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരോട് അല്ലാഹു തആല പ്രത്യേകമായി കൽപ്പിക്കുന്ന ആദാബുകളാകുന്നു. പിന്നെ വനിസാ അൽ ഉമ്മത്തി തബഉൻ ലഹുന്ന ഫീ ദാലിക്, ഉമ്മത്തിലെ മറ്റു സ്ത്രീകൾ അവരോട് താബിയാണ് അല്ലേ. ഫഖാല തആല മുഖാതിബൻ ലിനിസാഇ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരോട് ഖിതാബായിട്ട് പറഞ്ഞു ബി അന്നഹുന്ന ഇദത്തഖൈനല്ലാഹ അസ്സ വജല്ല, അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യുന്നവരാണെങ്കിൽ അപ്പം തഖീന മേൽപോട്ടേക്കാ കൂട്ടിയത്. അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ തഖ്വ ചെയ്യുകയാണെങ്കിൽ ഫഇന്നഹു ലാ യുസ്ബിഹുന്ന അഹദും മിനൻ നിസാ, മറ്റുള്ള സ്ത്രീകളിൽപ്പെട്ട ആരും നിങ്ങളോട് തുല്യമാകുകയില്ല. വലാ യൽഹഖ്ന ഹുന്ന ഫിൽ ഫളീലത്തി വൽ മൻസില,
അള്ളാഹുവിൻ്റെ അടുക്കിലുള്ള സ്ഥാനത്തിലും ഫലായിലും ആരും നിങ്ങൾക്കുള്ള അടുക്ക പോലും ചെയ്യൂല. അപ്പം എന്താ ഇനിത്തെ കയറ്റുന്നി മേൽപോട്ടേക്ക് കിട്ടിയോ? എന്താ ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, അതിനകത്തെന്താ തർഖീഖുൽ കലാമി ഇദാ ഖാതബന റിജാൽ, സ്ത്രീകളോട് സംസാരിക്കുന്ന മത്സരത്തിൽ നല്ല മയമായി സംസാരിക്കുക. അപ്പോൾ എന്താക്കും, മറ്റേ കൽബിന് രോഗമുള്ളവനിക്ക് ഇവിടെ നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയുമെന്നൊക്കെ തോന്നും. ولهذا قال فيطمع الذي في قلبه مرض وقلنا قولا معروفا. കടുപ്പം കൂട്ടുമ്പം തന്നെ എന്താക്കണ്ട, മോശമായ സംസാരം വരാൻ പാടില്ല, മഅറൂഫായ കലാമേ വരാൻ പാടുള്ളൂ. قولا حسنا جميلا معروفا في الخير. ومعنى هذا أنها تخاطب الأجانب بكلام ليس فيه ترخيم. മാർദ്ദവമുള്ള അവരാകർഷിക്കുന്ന സംസാരം സംസാരിക്കാൻ പാടില്ല. لا تخاطب المرأة الأجانب كما تخاطب زوجها. സൗജിനോട് പറയുന്ന പോലത്തിൽ പറ്റൂല. സൗജിനോട് പറയുന്ന കോലം, സൗജി അന്യരല്ലല്ലോ. ആ സൗജിൻ്റെ സ്ഥാനത്ത് അന്യൊരാണെങ്കിലും വെച്ചാണെങ്കിൽ ഈ കോലത്തിൽ സംസാരിക്കാൻ പറ്റൂല എന്നാണ്. അപ്പോൾ ഇതിലുള്ളതെന്താ തഫ്സീർ പ്രകാരം ഇന്നത്തെ കയറ്റം ഇപ്പുറത്തേക്കാണ്. അതാണെങ്കിൽ മാലിമു തഫ്സീർ നോക്കാം. ഇത് ഇന്ന് നോക്കിയിട്ടില്ല. മാലിമ നല്ല തഹ്ഖീഖുള്ള കിതാബായിരിക്കും. പല അയിമത്തുകളും അതിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. മാലിമു തഫ്സീർ കുറേ മുള്ളുണ്ട്. 9 6 ഉള്ളി 9 ഇത്രയുണ്ട്. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇനി ഇതിലെന്താ റാത്തിൻ്റെ ഒരു ചോറിയല്ല, പിന്നെ തഫ്സീർ പറയൂല. وعليكم السلام. അപ്പോൾ മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു മഫ്ഹൂമ് പോലെയായി. യാ നിസാ അൻ-നബിയ്യി മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിന. ഒരു ഫാഹിഷത്ത് നിങ്ങളെ വക്കെന്ന് വന്നാൽ ഇരട്ട ശിക്ഷ കിട്ടുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ മാതൃകായോഗ്യരായി നിൽക്കേണ്ടവരാണ്. അപ്പോൾ അതിൻ്റെ മഫ്ഹൂം എന്തായി, നിങ്ങളെ വക്കെന്ന് ഒരു ഖൈറ് വന്നാൽ മറ്റുള്ളവർക്ക് മാതൃകയായതുകൊണ്ട് മികച്ച പെണ്ണുങ്ങളുമായി. അതാണ് അവിടെ യോജിച്ചത്. ഇനി ഇവിടെ നോക്കാം. مبينة يضاعف لها العذاب وتعمل صالحا. ഇല്ല, അനിക്കിറാത്തിൻ്റെ വ്യത്യാസം പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വക്കാർണ ഫീ ബുയൂത്തിക്കുന്നാണ് പിന്നെ തുടങ്ങുന്നത്. ഇപ്പം അത് സംഗതി ഓടിയല്ലോ. രണ്ടിനോടും യോജിപ്പിച്ചാൽ പറ്റും. പക്ഷെ കൂടുതൽ മുനാസബത്ത് നോക്കുന്നത് മേലേക്കാണ്. അത് മാനക്കുണ്ട്. പക്ഷെ ഇതിൻ്റെ ഖുറാൻ്റെ ലജ്നത്ത് തീരുമാനിച്ചത് ഇങ്ങോട്ടേക്കാച്ചാണ്. ഓറും വലിയ ലോക പണ്ഡിതന്മാരാന്നല്ല. ഒന്നടെ വെച്ച് സല്ലിമോ തസ്ലീമിനടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة
وأعد لهم عذابا مهينا وفي الدنيا والآخرة വകുപ്പ് എന്തായിരിക്കും? ക്ഷമസ്വറ. നീ തീരെ ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ട്? ആ അപ്പം അത് വ്യക്തമായി ആൾക്ക് തിരിയാൻ മാത്രം പറ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഇവിടെ ശല്യം ചെയ്യുന്നത്. വാക്ക് കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ തങ്ങളെ മനസ്സൊന്നും ആമില്ല, ശരീരത്തിന് ആപ്പില്ല. ഇതാണ് ശാരീരികമായിട്ടും വരാം, മാനസികമായിട്ടും വരാം. അപ്പം അക്കൂട്ടത്തിൽ അള്ളാഹുവിനെ എന്താക്കി ചേർത്ത് വെച്ചാൽ അള്ളാഹ്ക്ക് ശല്യം വരുന്നത് കൊണ്ടല്ല. റസൂലുള്ളാഹിനെ പറഞ്ഞാൽ അള്ളയെ ചിന്താക്കൂല, പിച്ചു പറയൂല. അത്തിയോ അള്ളാഹു അത്തിയോ റസൂല. റസൂലിന് അത്രമാത്രം അള്ളാഹുവിനോട് ബന്ധമുണ്ട്. എന്നിട്ടോ അവർക്ക് അള്ളാഹ് ദുന്യാവിലും ആഖിറത്തിലും അവർക്ക് ലഅനത്തുണ്ട് എന്നവിടെ പറഞ്ഞു. ഒരു ശിക്ഷ. ഇനി പരലോകത്തിലേക്ക് അദാബ് മുഹീനോട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള മറ്റൊരു ശിക്ഷ. അപ്പം എന്തായി? ശിക്ഷയുടെ രണ്ടിനത്തിൽപ്പെട്ട ഒന്നവിടെ പറഞ്ഞു. വഖഫ് കാഫി. ഇനി ബാക്കി പറയാനുണ്ട്. അല്ല ഞാൻ പറയലേ, അൽസ തൽക്കാലം കുടിച്ച് ഇനി ബിരിയാണി വരാനുണ്ട്. ഇനി അൽസ കുടിച്ച് മതിയാക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയും മതിയാക്കാം. ഒരു വേന പൂർത്തിയില്ലേ? അച്ചാർ പറഞ്ഞിട്ട് പോയാൽ പറ്റില്ല. അതിനെ കൊണ്ട് കാര്യം നേടില്ല. ഇവിടെയാ അതിനോട് കുഴപ്പമൊന്നും വരുന്നില്ല. ചിലതിക്കൽ ഇബ്തിദാവാൻ പറ്റൂല, ചിലതൊക്കെ മതിയാക്കി പോകാനും പറ്റൂല. ഇബ്തിദാവോ അല്ലെങ്കിൽ എന്തില്ല വഖഫും പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. നമ്മൾക്ക് എത്ര തുടങ്ങിയത്? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിനെ കൊണ്ടും പരലോകം കൊണ്ടും വിശ്വസിക്കുന്ന ഒരാളെ തങ്ങൾക്ക് കണ്ടിട്ടില്ലെന്ന്. ഈ ലക്ഷക്കണക്കിന് ആളായിട്ട് അവരെ കണ്ടിട്ടില്ലെന്ന്. അതിൻ്റെ അർത്ഥം ശേഷം പറയുന്ന ഔസാഫുള്ള ആളെ കാണൂല എന്നാ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിനോടും റസൂലിനോടും സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുത പുലർത്തുന്ന ഒരു മോമിനെയും കാണൂല. അവിടെ മതിയാക്കിയിട്ട് പോയാൽ വാക്കിനെതിരല്ലേ? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിനെ കൊണ്ട് പള്ളം കൊണ്ട് വിശ്വസിക്കുന്ന ഒരൊറ്റ കോമിനെയും തങ്ങൾക്ക് കിട്ടൂല. ഈ കിട്ടിയെടുത്തുള്ള മോമിനീങ്ങളും അസ്ഹാബിമാരും ഔലിയാക്കളും മുജ്തഹിദീങ്ങളൊക്കെ ഇവിടെ പോയി. ലാ തത്തഖിദു ആബാഅക്കും. അവിടെ സൂറത്ത് തൗബയിലുണ്ടാവില്ലേ? നിങ്ങളെ മാതാപിതാക്കന്മാരെയോ നിങ്ങളെ സുഹൃത്തുക്കളെയും ഔലിയ സുഹൃത്തുക്കളാക്കാൻ പാടില്ല. പിന്നെ ഓരോട് ചാർത്തിന് ചേർക്കണമെന്നും ഒരുപാട് ഹക്കടവാടും പറഞ്ഞെന്തിനാണ്? അതിനർത്ഥം ഇനിസ്തഹബ്ബുൽ കുഫ്റ അലൽ ഈമാൻ. ഈമാനിനെ കളഞ്ഞിട്ട് കുഫറിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർ ആരെയും ഔലിയാക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന കൈതോടുകൂടിയാണ്. നോവലല്ലേ? ഇടഭാഗത്തെ പേജിലാണ് പണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നൂറ്റി 90. അല്ല 23 നോക്കിയിട്ട് കാണുന്നുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ആബാഅക്കും വഇഖ്വാനക്കും ഔലിയാ. അപ്പോൾ ലാ തത്തഖിദൂന്റെ ഒന്നാം മഫ്ഊലാണ് ആബാ. മനസ്സിലാതെ? ഔലിയാ രണ്ടാം മഫ്ഊൽ. ഇത്തഖദാക്ക് രണ്ട് മഫ്ഊൽ വേണം. അപ്പോൾ നിങ്ങളെ പിതാക്കന്മാരെയും സഹോദരന്മാരെന്നും ഔലിയാക്കാൻ പാടില്ല. ഏത് ഔലിയ? മറ്റേ കറാമത്ത് കാണിക്കുന്ന ഔലിയല്ല, സുഹൃത്തുക്കൾ. എപ്പോഴും ഇനിസ്തഹബ്ബുൽ കുഫ്റ അലൽ ഈമാൻ. ഈമാനിനെ ഒഴിവാക്കിയിട്ട് കുഫറിനെ അവർ സ്നേഹിക്കുകയാണെങ്കിൽ അവരുടെ സ്നേഹം വന്നു പറ്റൂല. അപ്പൊ അവിടെ എന്താ ഔലിയാ എന്നുള്ള വക്കഫ് ചെയ്തിട്ട് പോയാൽ ആരെയും സുഹൃത്തുക്കളാക്കാൻ പാടില്ല, എല്ലാവരെയും അതാക്കളാക്കണം ഇപ്പം കിട്ടുക. അത് പറ്റൂല.
അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂൻ എന്നുണ്ടാക്കി വലതല്ലാന്ന് പറഞ്ഞു അല്ല വിറ്റിട്ടുണ്ട് കൊണ്ട് ആഘോഷിക്കുകയും മുട്ടായി കൊടുക്കുകയും അള്ളാഹ്ക്ക് കുട്ടി ജനിച്ച വക്കീലാന്ന് പറയുന്ന ആഘോഷിക്കുന്നു 25-ാം തീയതി അതിന് മാപ്പിള അറം കൊടുക്കുന്നുണ്ട് അള്ളാഹ് വ്യക്തിയിലുള്ള സന്തോഷം. അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം അവരുടെ കള്ളത്തരം കൊണ്ട് അവർ പറയുന്നത് വലതല്ലാഹു ലയഖൂലൂന്റെ മഖൂലാണിത് വലതല്ലാഹു അവിടെ എത്താൻ പറ്റില്ല. അങ്ങനെ പല കലിമാത്തുണ്ട്. അതിലൊക്കെ നമ്മൾ ഇമാമികൾ നോട്ട് ചെയ്ത് എല്ലാം റിക്കോർഡാക്കിയിട്ടുണ്ടല്ലോ. അത് ചെയ്തൊക്കെ പിന്നെ പറയും എന്താണ് സുഹൃത്ത് നിശ എടുത്തട്ടെ. ഇപ്പോൾ ആ ഫറായ് ലോഹയിൽ വെക്കുന്ന സ്ഥലം 78 78-ാം പേജ് അതിൽ 11-ാമത്തെ ആയത്ത് യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലാഹു തആല നിങ്ങൾക്കോട് വസിയത്ത് പറയുന്നു എന്നാണ് തുടങ്ങി വെച്ച്. ഇനി വസിയത്തിലേക്ക് നമ്മൾ ചെവിയോർക്കലാണ്. ലിദ്ദക്കരി മിസ്ല ഹദ്ദിൽ ഉൻസയൈൻ. അപ്പോൾ ആണും പെണ്ണും കൂടുന്ന മക്കളുണ്ടാകും. ആണും മക്കളുണ്ട് പെൺമക്കളുണ്ട്. അപ്പോൾ ദക്കറിനെന്താക്കണം 2 പെണ്ണിൻ്റെ ഓഹരി കൊടുക്കണം. 1:2 ഒരു വരി തീർന്നു. ഇനി فإن كن نساء فوق اثنتين അവിടെ നിന്നില്ല ആണില്ല മക്കൾ മുഴുവനും പെണ്ണായി. പെണ്ണാകുമ്പോൾ എന്തുണ്ടാകാം 1 ആകാം 2 ആകാം 2-ൽ കൂടുതലാകാം. അതിനപ്പുറം ഈ മൂന്നാമത്തെ ഒരു എത്തിമാലിന് അക്കലിലില്ല. ഒന്നെങ്കിൽ സിംഗിള് അല്ലെങ്കിലോ 2 അല്ലെങ്കിലോ 2-ൽ കൂടുതൽ. അപ്പോൾ 2-ൽ കൂടുതലോ 1 അവസരത്തിൽ എന്താ പറയുന്നത് ഫൈൻകാനത്ത് അതാ ഫൗക്കസനത്തേനെയാണെങ്കിൽ 2/3. അത് എത്ര ആയിരുന്നല്ലോ 100 മക്കളുണ്ടെങ്കിൽ 2/3 എല്ലാവരും. എന്നാൽ ഓരോരുത്തർക്കും 2/3 അല്ലേ? അതിപ്പോൾ തെയ്യൂലല്ല. ആകെ 3 എന്നുള്ളത് 3-ൽ അനുസരിച്ചാൽ 3-ൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 പോയാൽ 1-ൽ ബാക്കി തന്നെയുള്ളൂ അല്ല പക്ഷേ. ഇനി വൈൻകാനത്ത് വാഹിദത്തൻ ഒറ്റയാണെങ്കിൽ ഫലഹൻ നിസ്ഫു നേരെ പകുതി കൊടുക്കണം 50. വലിയ അബവൈഹി ലികുല്ലി വാഹിദി മിൻഹുമ സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. മരിച്ചാക്ക് മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കന്മാർക്ക് എന്തുണ്ട് 1/6 1/6 എന്ന തോതിലുണ്ട്. ലികുല്ലി വാഹിദിന് 1/6 മക്കളുണ്ടെങ്കിലും ഫഇൻ ലം യകുൻ ലഹു വലദുൻ ഇനി മക്കളില്ലെങ്കിൽ എന്തിൻ്റെ ഇൻ കാന ലഹു വലദുൻ്റെ മഫ്ഹൂമാണത്. വരിസഹു അബവാഹു മാതാപിതാക്കന്മാർ അനന്തരാവകാശികളുണ്ട്. നഫലി ഉമ്മിഹി സുലുസ് ഉമ്മാക്കെത്ര 1/3. നേരത്തെ മക്കളുള്ളത് കൊണ്ട് 1/6 പകുതിയായി. ഇവിടെയോ 1/3. ഫഇൻ കാന ലഹു നമ്മളെ കലിമത്ത് എവിടെയാണ് പോയത്? അതിനപ്പുറം പോയാ മാറ്റമാക്സിയും വരാത്തൊരു സൂറത്തുണ്ട് ഇപ്പോൾ. ഇവിടെ വൈൻകാനത്ത് വാഹിദത്തം ഫലഹൻ നിസ്ഫു ഒറ്റ മകളാണെങ്കിൽ 1/2 പകുതിയല്ലേ? പകുതി കൊടുക്കണം. അതിൻ്റെ മുള വലിയ അപവയയും കൂടെ അത്തഫാക്കിയിട്ട് വായിച്ചിട്ടാണ് ഒക്കബീത എന്നുണ്ടാകല്. തീരെ ആലോചിക്കുന്നില്ല. ഇത് സിമ്പിൾ കണക്കല്ലേ. അപവഹി ഓരോരുത്തർക്കും നിസ്ബുണ്ടെന്ന് കിട്ടുമോ? അപ്പം എത്ര നിസ്ബ ആകണ്ടാലും 2 നിസ്ബന്നെ ഉള്ളൂ. ഓൾക്കും ആ ഒറ്റ മകൾക്കും മാതാപിതാക്കന്മാർക്കും നിസ്ബ എന്ന് പറയുമ്പോൾ ശരിക്കും 1.5 ആകെ 1 വഴി വെച്ചാൽ 2 നിസ്ബ ഉണ്ടാവുള്ളൂ. അപ്പം അസംഭവ്യമായ കണക്കായി മാറി. വലിയ അപവഹി പുതിയ തുടക്കം.
ബാബ് ഇബ്തിദാവ്. ബാബിന് പല മേലുണ്ടല്ലോ. ബാബ് കസമിൻ്റെ ബാബുണ്ട്, അത്തഫിൻ്റെ ബാബുണ്ട്, ഇബ്തിദായിൻ്റെ ബാബുണ്ട്, പല 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 ബാബുകളുണ്ടല്ലോ. അമ്മാക്ക് പല മേലുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ 33-ാമത്തേതുണ്ട്, 33ഓളം മാ ഉണ്ട്. അപ്പോൾ ഖുർആൻ സ്വന്തം അർത്ഥമാക്കാൻ കിട്ടുമെന്ന് പറഞ്ഞവരോട് ചോദിക്കാൻ ഈ 33 മാവും വ്യാഖ്യാനിച്ചിട്ടേ. മാ മസ്തദി ഉണ്ട്, ലറബി ഉണ്ട്, നബി ഉണ്ട്, മൗസൂല ഉണ്ട്. അങ്ങനെ പറ്റി എല്ലൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. എനിപ്പര കിതാബിലുണ്ട്. പൊടനെ والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن. അതാ ഒരു ഹുക്കം പറഞ്ഞിട്ട് ഭാര്യമാരോടാണ് ആദ്യം പറഞ്ഞത്. കൊല്ലി അസ്വാദിക്കാം, മറ്റുള്ള സ്ത്രീകൾ അവരോട് താപിയാണെന്നുള്ളതാണ്. അസ്വാദ് കഴിഞ്ഞിട്ട് ബനാത്ത പറഞ്ഞത്. അതിനുശേഷമാണ് നിസാഉൽ മുഅ്മിനീൻ. ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. لئن لم ينته المنافقون والذين في قلوبهم مرض والمرجفون في المدينة لنغرينك بهم ثم لا يجاورونك فيها إلا قليلا. നമ്മുടെ കുട്ടികൾ മൽവാനിയുടെ ആരല്ലേ ഹസനായി മൽഊനീനാന്ന് ഹാലി അല്ലേ ബഷീർ സാറേ? ഇതിനൊക്കെ മുമ്പ് പറഞ്ഞ ഒന്ന് മുനാഫിക്ക്, 2 ഫീ ഖുലൂബിഹിം മറദ്, മറ്റൊന്ന് മദീനയിൽ ഫിത്നയും തരപ്പും ഇതുണ്ടാക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. അതാ മുർജിഫൂന. അപ്പം അവരാണ് മൽഊനീന. ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ലഅനത്തിന് അവകാശപ്പെട്ടവരായ സ്ഥിതിയിൽ അത് അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് ആക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താക്കണം? സുമ്മലാവിനൊക്കെ അതിന് സാഹിബാരെല്ലാം വഴിയല്ല. ഓ അതിപ്പോൾ നമ്മൾ സമയം പോകുന്നില്ലേ? أينما ثقفوا أخذوا وقتلوا تقتيلا. سنة الله في الذين خلوا من قبل ولن تجد لسنة الله تبديلا. يسألك الناس عن الساعة قل إنما علمها عند الله وما يدريك لعل الساعة تكون قريبا. إن الله لعن الكافرين وأعد إن الله لعن الكافرين وأعد لهم سعيرا. ونوري خالدين فيها أبدا لا يجدون وليا ولا نصيرا. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله يقولون يا ليتنا أطعنا الله
وأطعنا الرسول. അവിടെ ഹാവേണ്ട റസൂല എന്നോട് തുറന്നു വെച്ചാൽ മതി. ആവട്ട ആൻ്റെ മഹൽ ഒന്നുമില്ലല്ലോ അവിടെ. يقولون يا ليتنا أطعنا الله وأطعنا الرسول. അത്തലിഫ് അത് തുറന്നു വെച്ചെങ്കിൽ മാത്രം. അച്ചടികനായ അരിഫത്താണ് ബാക്കി കാപ്പി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഷായിറ കരീബാൻ്റെ കാപ്പി വെക്കാനാണ്. അപ്പോൾ ആ കാപ്പി ഒപ്പിക്കുന്നില്ലെങ്കിൽ എന്താക്കും? يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا ألف وي. يقولون يا ليتنا أطعنا الله وأطعنا الرسول فقالوا ربنا إنا أطعنا سادتنا وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا. അടാ തന്നെ അലിഫ് പോയാൽ എന്താക്കി? ഡ്യൂട്ടി മാറി. ജംഅ മുഅന്നസ ഗായിബായിട്ട് അതഅന. ഇപ്പം ലറബന നമ്മളടിച്ചു, അക്കല്ല നമ്മൾ തിന്നു. അലിഫൊന്നില്ലേ? ആ അലിഫം കളഞ്ഞിട്ടോ ലറബിന. കുറേ പെണ്ണുങ്ങന്മാർ അടിച്ചിട്ടുണ്ട്, കുറേ പെണ്ണുങ്ങന്മാർ തിന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അജിർന മിനന്നാർ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായി? അല്ലാഹ് കുറേ പെണ്ണുങ്ങന്മാരെ നിങ്ങളെല്ലാം കൂടിയിട്ട് എന്താക്കണം? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് വെച്ചതായിരുന്നു. ഏതാ പെണ്ണുങ്ങളുണ്ടോ ജുമയൊക്കെ വന്നിട്ട്? നമ്മളവിടെ പള്ളിയിൽ വരില്ലല്ലോ. എന്നെ വന്നാൽ തന്നെ ഇവർക്ക് രക്ഷപ്പെടുത്താൻ കഴിയും ചെയ്യില്ലല്ലോ. അവിടെയാണ് തെറ്റിയ സമാധാനം. അപ്പൊ പറയണ്ട എങ്ങനെയാ? അപ്പൊ നമ്മൾ നിസ്സാരാന്ന് പറയുന്നത് വാക്കെല്ലാം അട്ടിമറിയുന്നുണ്ട് ഇടുന്നു. ഇനി ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا. فبرأه الله. അത് നീളാൻ പാടില്ല. രണ്ടാളയില്ലേ? അന്നേരം രണ്ടാളല്ലേ? ബറ ബറ എന്ന് പറയുമ്പോൾ രണ്ടാളായി. രണ്ടാള് സൂക്ഷിച്ചിട്ടുണ്ട്. ആരെ രണ്ടാള്? ദൈവം കണ്ടിട്ടു. അങ്ങനെ ദൈവം കൊടുക്കേണ്ടി വരും. അവിടെ തെറ്റിയ ഹമീദാബുവിൻ്റെ ഹാക്ക് പകരം എന്താക്കി അലിഫാക്കിയിട്ട് വെച്ചു. നാളെ ഇത്തിഫാക്ക ഞമ്മത്തേക്ക് കയറി പോയത് കഴിഞ്ഞ ആഴ്ച. എന്നിട്ട് നമ്മൾ എല്ലാവരും മാറ്റിക്കിച്ച് ഹമിദാറുണ്ട്. ഇപ്പോഴത്തെ റാഗ് എടുത്തിട്ടില്ലേ? ഹമിദാറും നമ്മ എല്ലാവരും മാറ്റിക്കിച്ച്. അഹമ്മദ് ഉസ്താദ് മാറ്റി. എന്നാൽ അർത്ഥത്തിൽ പിഴവില്ല നോക്കാൻ നൽകാലോ. നിസ്കാരം ബാത്തിലാകുന്ന പിഴവില്ല. കെലിമത്തി പിഴവാണെങ്കിലും നിസ്കാരം ബാത്തിലായി പോകുന്ന പിഴി വന്നിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് അത് പറയണമെന്നല്ല, ബാത്തിലാകത്തെല്ലാം പറയണ. അമിത എന്ന് പറയുമ്പോൾ അത് രണ്ടാള്. അന്നേരം മുസ്ലിയാരോടെങ്കിൽ തെവീല കൊടുക്കും. അത് ഞാനും മുക്കിരിക്കുന്നുണ്ട്, അത് ഡ്രൈവറും കണ്ടിട്ടുണ്ടെന്ന് പറയാലോ. يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. നിങ്ങൾ കൂട്ട്. അങ്ങനെ എന്തിൻ്റെ കോലു എൻ്റെ ജവാബാവും.
ആമനു ഇത്തക്കുള്ളാൻ്റെയും ജവാബാണ്, രണ്ടാമതില്ല അവിടെ. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. പിന്നെ കോലം സദീദാന്ന് വെക്കുന്നതിന് കുഴപ്പമില്ലാന്നല്ല, എല്ലാ റൂസൽ ആയി. ഇവിടെ വക്കഫ് ഹസന വരിക, ഹസൻ തന്നെ വെരി ഗുഡ് എന്നല്ല, അതൊരു പേരാണ്, ഒരു ഇസ്ലാഹിയായ പേര്. അതിനപ്പം എന്താക്കൂല, ഭാഷാർത്ഥം നോക്കൂല. മുർസലായ ഹദീസ് എന്ന് പറഞ്ഞാൽ കൊടുത്തയച്ച ഹദീസ് എന്നാ. മുർസൽ തന്നെ സനത് പറയുമ്പോൾ എന്താകും, താബിഅനെ പറഞ്ഞിട്ട് അതിലപ്പുറം പറഞ്ഞില്ല. അതെന്താ പറയുക, മുർസലായ ഹദീസ്. മുഅല്ലഖായ ഹദീസ് എന്ന് പറയും, തുടക്കത്തിൽ സനത് പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ കാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഹുറൈറ നമ്മൾ കണ്ടിട്ടാണ്. അപ്പോൾ അബൂ ഹുറൈറ വരെ നമ്മളിന്ന് പോകുന്ന സനത് എന്താണെന്ന് പറഞ്ഞില്ല. അതിന് മുഅല്ലഖ് ഭാഷാർത്ഥത്തിൽ കെട്ടി തൂക്കിയത് അത്രല്ലോ, മോശമായിട്ടില്ല. അപ്പം എന്താകും, ആയത്തിൻ്റെ മുപ്പിനോട് ഒത്തു വന്നാൽ ജവ്വിസ്, എല്ലാ റൂസല്ലായി ജവ്വിസ്. അപ്പം പൽ ഹസൻ, അതിനാണ് ഹസൻ എന്ന് പറയുന്നത്. എന്നെ ومن يطع الله ورسوله فقد فاز فوزا عظيما. തുടങ്ങിക്കോ. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها فأبين أن يحملنها. നിങ്ങൾ ഹാ വന്നിട്ടില്ല, നമുക്കെല്ലാം ആശ ഉണ്ടായിരുന്നു ഒന്ന് കേൾക്കാൻ. فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ഹാ ഒന്ന് ഓതിയ സമ്മസോറിയ ഇന്ന്. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. ഇവിടെ ഇൻസാൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞില്ലേ, ഈ ഏറ്റെടുത്ത വിഷയം ഇതിന്റെ സംഭവം എപ്പോൾ നടന്നത്? മനുഷ്യനെ പടക്കുന്ന കാലത്ത് ആദ്യം ആദം അലൈഹി ഇസ്ലാമിൻ്റെ അന്നല്ലേ ഉള്ളത്. എല്ലാവർക്കും വേണ്ടി ഉപ്പാപ്പരട്ടതെല്ലാം ആ ഒപ്പാപ്പ അതിൻ്റെ പ്രതിനിധിയല്ലേ. എന്നെ بسم الله الرحمن الرحيم الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. അത് അലസ്തു ബി റബ്ബിക്കിൻ്റെ കാലത്തായിരിക്കണം. അലസ്തു ബി റബ്ബിക്കും എന്നുകൊണ്ട് കരാറ് വാങ്ങിയില്ലേ, ആ പറഞ്ഞ അതിൻ്റെ എന്താ ജുസിയ്യാത്തിലെല്ലാം പെടുവല്ല. ഏറ്റെടുത്തല്ല. അള്ളാഹുവിൻ്റെ റുബൂബിയത്തെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എല്ലാം അതിൻ്റെ എന്താണ് ജുസിയ്യാത്തെല്ലാം വരുമല്ല. ഇത് കബിൽത്തു എന്ന് പറയുന്ന അവസരത്തിൽ പെണ്ണിനെ തുണിക്കപ്പാൻ കൊടുക്കലും ചോറ് കൊടുക്കലും ബഹർ കൊടുക്കലും എല്ലാം ബാക്കിയില്ലേ. പക്ഷേ നാല് ഹർഫിലും ഉണ്ട്. ആ നമ്മുടെ പരിധിയൊക്കെ ഏതിൻ്റെ കാലമുണ്ടോ തഫ്സീലിന് ഒറ്റ തഫ്സീൽ നോക്കിയാൽ ഒന്നും പോരാ, ചുരുങ്ങിയത് 100 ഉണ്ടെങ്കിൽ നോക്കണം. അതിൽ 32 33 നമ്മളെ പേർക്കുണ്ട്.
പക്ഷെ ഇത് ഷോർട്ട് തഫ്സീറായതുകൊണ്ട് എല്ലാം പറയൂല. ഖാലൽ റൂഫി, അതായത് ചാപ്റ്റർ തന്നെ ഉണ്ട്, ഹംലുൽ ഇൻസാനുൽ അമാനത്താണ്. عن ابن عباس رضي الله عنهما يعني بالأمانة الطاعة. അള്ളാഹു തആലാക്ക് എല്ലാം വഴിപ്പെട്ടുകൊള്ളാം എന്നുള്ള ഉത്തരവാദിത്തമാണ് ഇത് അമാനത്തോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലസ്തു റബ്ബിക്കിൽ വന്നല്ലത്, ഞാൻ റബ്ബല്ലേ, അപ്പം നിങ്ങളാരി അബുദ്. ഈ ഒരു വർഷം പറഞ്ഞാൽ മറ്റേ വർഷം അതിന് വരുമല്ലോ. ഞാൻ നിങ്ങൾ അഫ്സൽ വഹിക്കുന്നത്, ഞാൻ ഉപ്പയല്ലേ, അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ ഞാൻ മോനാന്ന് ആയ തിരിച്ചതിന് അപ്പവും ഉണ്ടാവുമല്ലോ. ഇലാഫി ആ ഒരു വസ്മിൻ്റെ ഒരു തരപ്പ് പറഞ്ഞാൽ മറ്റേ തലപ്പാടെ വരും. വഅറളുഹ അലൈഹിം ഖബല അൻ യഅരിളഹ അലാ ആദമ ഫലം യുത്തിഖാന്നില്ലേ, യുത്തക്കിനഹ നൂല് വേണം. അതായത് ആകാശങ്ങൾക്കും ഭൂമികൾക്കും പർവ്വതങ്ങൾക്കും ആദ്യം കൊടുത്തിട്ടാണ് എന്താക്കുന്നത്, മനുഷ്യർക്ക് കൊടുക്കുന്നത്. അതാ അപ്പം യുത്തക്കിന എന്ന് പറഞ്ഞാൽ ആകാശങ്ങളും ഭൂമികളും ജിബാലും അവർക്ക് വഹിക്കാൻ കഴിഞ്ഞില്ല, അതിന് ശേഷമാണ് മനുഷ്യനെ കേൾപ്പിക്കുന്നത്. فقال لآدم إني قد أرلت الأمانة على السماوات والأرض والجبال فلم يتقنها فهل أنت آخذ بما فيها. ഇത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധ്യമാണോ എന്നാ ചോദ്യം. قال يا ربي وما فيها, അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്ന് അത് ചോദിച്ചു. قال إن أحسنت جزيت وإن أسأت عوقبت. ഖൈർ ചെയ്താൽ അതിന് തക്കതായ പ്രതിഫലം കിട്ടും, തെറ്റ് ചെയ്താൽ കഠിനമായ ശിക്ഷയും കിട്ടും. കേട്ടോ. فأخذها آدم عليه السلام فتحملها فذلك قوله تعالى وحملها الإنسان إنه كان ظلوما جهولا. طبري. وقال علي بن أبي طلحة عن ابن عباس رضي الله عنهما الأمانة الفرائض, ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ. അല്ലാഹു തആല അലസ്സമാവാതി വൽ അർളി വൽ ജിബാലി ഇൻ അദ്ദൂഹാ അസാബഹും വഇൻ ദയ്യഊഹാ അദ്ലബഹും. ഇത് കൃത്യമായി നിർവഹിച്ചാൽ നല്ല പ്രതിഫലം കൊടുക്കും, അതിന് കോട്ടം വരുത്തിയാൽ ശിക്ഷയും കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഫകരിഹു ദാലിക, നമുക്ക് കേൾക്കാൻ കഴിയൂല എന്ന്. വാഷ്ഫഖു അലൈഹി മിൻ ഗൈരി മഅസിയത്തിൻ വലാകിൻ തഅദീമൻ ലിദീനില്ല അല്ലായക്കും. അപ്പോൾ ഇവർ ഇത് പേടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് മഅസിയത്തല്ല. കയ്യോന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് മഅസിയത്താ. പക്ഷെ അള്ളാഹുവിൻ്റെ ഹക്ക് അതിൻ്റെ മുറപ്രകാരം നിലനിർത്താൻ കഴിയില്ല എന്നുള്ളൊരു താദീമാണ്, അത് നമുക്കുണ്ടാവില്ല. ഇനി സുമ്മ അർളഹ അലാ ആദം ഫഖബിലഹ ബിമാ ഫീഹ, അത് ഏറ്റെടുത്തു, അതിൻ്റെ രക്ഷയും ശിക്ഷയും അടക്കം. വഹുവ ഖൗലുഹു തആല വഹമലഹൽ ഇൻസാൻ. وهكذا قال مجاهد وسعيد بن جبير والضحاك والحسن البصري وغير واحد. അപ്പോൾ ധാരാളം അയിമത്തുകളുടെ കൂട്ടത്തിലുണ്ട്. ഇത് ഇബ്നു അബ്ബാസ് തങ്ങളെ ഈ കൗലിന ഇന്നൽ അമാനത ഹിൽ ഫറായിദു എന്നാണ് അവരുടെ താരീഫ്. വകാല ആഖറൂന ഹിയ ത്വാഅതു, അത് വ്യത്യാസമുള്ളത്. ഫറായിദിനെക്കാണ് ഈ ത്വാഅത്ത് ആമ്മൈ. താഴത്ത് എന്ന് പറഞ്ഞാൽ അമ്രന് വൈപ്പടല്ലേ, അതിൽ ഫറായിദുണ്ട് സുന്നത്തുണ്ട്. അപ്പോൾ താഴത്ത് എന്തായി ആമ്മൈ. وقال الأعمش عن أبي الضحى عن مسروق قال أبي بن كعب من الأمانة أن المرأة اؤتمنت على فرجها, ഒരു സ്ത്രീ അവളെ ഫർജിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെടുത്തി. വകാല ഖത്താദ അൽ അമാന അദ്ദീൻ വൽ ഫറായിദ് വൽ ഹുദൂദ് എല്ലാം അടങ്ങി. وقال مالك عن زيد بن أسلم قال الأمانة ثلاثة الصلاة والصوم والاغتسال من الجنابة وكل هذه الأقوال لا تنافي بينها. ഇതെല്ലാം കൗലം തന്നെയാണ്.
ഒന്നങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞാൽ ലഫ്ദിലെ വ്യത്യാസമുള്ള എല്ലാ മാനയിൽ അള്ളാഹു തആലാന്റെ അമ്രന് ഭയപ്പെട്ടിട്ട് ജീവിക്കാന്ന് മാത്രം, എല്ലാത്തിലേക്ക് എത്തി. ബൽ ഹിയ മുത്തഫിഖത്തുൻ വറാജിഅത്തുൻ ഇലാ അന്നഹ തക്ലീഫ് വഖബൂലുൽ അവാമിരി വന്നവാഹി ബിശർത്തിഹാ. എല്ലാം തീർന്നു. അപ്പോൾ ഒരാൾ മൊത്തമായി പറയും, ഒരാൾ ചില്ലറായിട്ട് പറയും, അത്ര തന്നെ. അതെ, അപ്പം മനുഷ്യൻ്റെ 2 വസ്ഫാണ്. ഒന്ന് ലലൂമ്, അവൻ്റെ നഫ്സിനോട് ഭയങ്കര ദുൽമ ചെയ്തു. പിന്നെ ജഹൂല്, അതിന് ഫറൂല് വസനല്ലേ പറഞ്ഞില്ലേ? അതെ, അത്ര തന്നെ. പക്ഷെ ഇതിൻ്റെ കാര്യഗൗരവം മനുഷ്യൻ പെട്ടെന്ന് ഉൾക്കൊള്ളുന്നില്ല. അവിടെ ഗൗരവൻ ജഹൂലിന് എന്ത് പ്രത്യേക അർത്ഥം കൊടുത്തിട്ടുണ്ടോ നോക്കാം. മഞ്ചുകളോടെ വഹുവ അന്നഹു ഇൻകാമ ബിദാലിക ഉസീബ വൈൻ തറക്കഹു ഉഖിബ. നേരത്തെ പറഞ്ഞത് തന്നെ, ഇതാബിധി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലാർഹമാണ്, ഓട്ടം വരുത്തിയാലോ ശിക്ഷാർഹമാണ്. അതോ ബിമാ ഫീഹ. പിന്നെ ഫഖബിലഹൽ ഇൻസാനു അലാ ദുഅഫിഹി വജഹലിഹി വളുൽമിഹി ഇല്ലാ മാ വഫഖല്ലാഹു വബില്ലാഹിൽ മുസ്തആൻ. അല്ലാഹു തആല തൗഫീഖ് നൽകിയ അല്ലാത്ത ആളുകൾക്ക് അവരെന്താക്കി ഏറ്റെടുത്തിട്ട് അത് വേണ്ട പോലെ നിർവഹിക്കാൻ കഴിയാതെ ലൗലവും ജഹൂലാവും. ഇതിൻ്റെ കാര്യഗൗരവം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. ശിക്ഷാർഹനാകുമ്പോൾ നഫ്സിനെ ശിക്ഷ കൊടുത്തത് കഴിയാത്ത കാര്യം ഏറ്റെടുത്തില്ലേന്ന്. നമുക്ക് ആദ്യപ്പെട്ട് ഏറ്റെടുക്കുമ്പോൾ അത് നല്ല മധുരമുള്ളതായി തോന്നും. നല്ല മധുരമില്ല, അത് ആ കാതിയർക്കാൻ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ മധുരം? ഞാൻ റബ്ബേ മുട്ടായും കൊണ്ടുണ്ട് അത്ര മധുരം. അങ്ങനെ കാതിയർക്ക. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കാര്യഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് സർഫ് കൊടുത്തിട്ടുള്ളൂ. يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو الرحيم الغفور. അള്ളാഹുവിൻ്റെ ഇൽമിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലേക്ക് ആണ്ടുപോകുന്ന സാധനം അള്ളാഹു തആല അറിയും. മാ എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടേ. മാ എന്ന് പറഞ്ഞാൽ എല്ലാം ലഫ്ളാമല്ലേ. പിന്നെ രണ്ടാമത്തെ വമാ യഖ്റുജു മിൻഹ, അതും അമ്മ, ഭൂമിയിൽ നിന്ന് പുറത്തു പോകുന്നത്. ഇനി ആകാശം പറയണ്ടേ, വമാ യൻസിലു മിനസ്സമാ, ആകാശത്തുനിന്ന് ഇറങ്ങുന്ന ഒന്ന്. വമാ യഖ്റുജു ഫീ, ആകാശത്തിലേക്ക് കയറുന്നത്. ആകാശം രണ്ടല്ലേ ഉള്ളൂ, ഒന്ന് ആകാശം ഒന്ന് ഭൂമി. ഇറങ്ങുന്നത് കയറുന്നത്, പൊന്തുന്നത് ഉള്ളിലേക്ക് പോകുന്നു, എല്ലാം അല്ലാഹു തആല അറിയും. അല്ലാഹുവിൻ്റെ ഇൽമിൻ്റെ വിശാലതയാ പറഞ്ഞത്. വഹുവ അർ-റഹീമുൽ ഗഫൂർ എന്ന ഖിയാമത്ത് നാളിനെ പറ്റിയാണ് പറയുന്നത്. വഖാല അല്ലദീന കഫറൂ ലാ തഅതീന അസ്സാഅഹ. അവിടെ നിർത്തി. കുഫാറുകൾ പറയുന്നു ഖിയാമത്ത് നാള് നമുക്കുണ്ടാവൂല. ഖുൽ, തങ്ങൾ പറയണം, ബലാ വറബ്ബീ ലതഅതിയന്നകും ആലിമിൽ ഗൈബ്. 2 തരത്തിലാണ് ഇതൊക്കെ സത്യം കൂട്ടിക്കൊടുത്തത്. ഖുൽ, തങ്ങൾ പറയണം, ബല, ഉണ്ടാകും എന്ന് തങ്ങൾ പറയണം. വ റബ്ബി, എൻ്റെ റബ്ബിനെ തന്നെ സത്യം. അപ്പം തുടക്കത്തിൽ അസം കൊടുത്ത് ലതഅതിയന്നകും എന്ന് പറഞ്ഞിട്ട് ആലിമിൽ ഗൈബ്, എല്ലാ ഗൈബും അറിയുന്ന അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് തങ്ങൾ പറയണം. അതിൻ്റെ റദ്ദ് لا يعزب عنه مثقال ذرة في السماوات ولا في الأرض
ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. ഒരു ദർറത്തിൻ്റെ കണക്ക്. ദർറത്തിന് നിന്നാണ് തൻവീറുൽ അദ്ഹാൽ എന്താ ഓതിയത്? ഏറ്റവും ചെറിയ ഉറുമ്പിൻ്റെ ജീവിയില്ലേ, പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത ചെറിയ അതിന് ദർറത്ത് എന്ന് പറയും. പിന്നെന്താ, പൊടിയാക്കിയിട്ട് എന്താക്കി ഏറ്റവും ലാസ്റ്റ് അതിനപ്പുറം പൊടിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയ ഒരു സാധനം ഉണ്ടല്ലോ, അതിന് ദർറത്ത് എന്ന് പറയും. പിന്നെ സൂര്യപ്രകാശം ഇങ്ങനെ അതിൻ്റെ പ്രകാശത്തിൻ്റെ ഭീമെന്താക്കും പരിയിലേക്ക് ഇങ്ങനെ കയറി വരുമല്ലോ, അതിൻ്റെ ഉള്ളിലുണ്ടാകും ഇങ്ങനെ കടന്നു കളിക്കുന്നു എന്തോ ഒരു സാധനം, ഒരു പൊട. അതിനും ദർറത്ത് എന്ന് പറയും. ചുരുക്കത്തിൽ എന്ത് തന്നെ കൊടുത്താലും ഏറ്റവും മൈന്യൂട്ടായ സാധനം അർത്ഥം കൊടുത്തോളാം. അതെ, ഇതിനകത്ത് ഓഹരി വെക്കാൻ കഴിയാത്ത രംഗത്തിലേക്ക് എത്തി. രണ്ടാമത്തെ ആയത്തിൽ അത് പൊതുവെ ആയത്തിന്റെ അവസാനം അതുണ്ടാവും, മുനാസബത്തുണ്ടാവും. പരന്നുള്ളി ആകാശത്തിൽ കയറുന്ന മലായിക്കത്ത് കയറുന്നുണ്ടാവും. അല്ല, ആയമാൽ സാലിഹത്തുണ്ട്. പരലോകത്ത് അപ്പോൾ എല്ലാത്തിനും ആദ്യം എന്താ ഉണ്ടാകല്? ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ ആമായി ആലമ്, ദുന്യാവും ആഹ്റുമായി. പരലോകത്ത് ഹംദ് പ്രത്യേകിച്ച് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലിവാ ഉൽ ഹംദ്, തങ്ങളെ പദവിക്ക് എന്താ പറയുക, മഖാമും മഹമ്മൂദ്, ഹംദിൽ പിടിച്ചിട്ടല്ലേ. ഹംദും നബി തങ്ങളായിട്ട് വലിയ ബന്ധം. ഞങ്ങളെ പേരന്നെ അതിൻ്റെ മാതാതാണല്ലോ. ഇനി അസ്ഗറായാലും അക്ബറായാലും എല്ലാം റെക്കോർഡുണ്ട്. ليجزي الذين آمنوا وعملوا الصالحات أولئك لهم مغفرة ورزق كريم. والذين തുടങ്ങുന്നു والذين سعوا في آياتنا معاجزين أولئك لهم عذاب من رجز أليم. ويرى الذين أوتوا العلم الذي أنزل إليك من ربك هو الحق ويهدي إلى صراط العزيز الحميد. ഇൽമ നൽകപ്പെട്ടവർ അറിയുന്ന കാര്യമാണ് പറഞ്ഞത്. ഇൽമ നൽകപ്പെട്ടവർ കുറേ കോട്ടും കുറേ സർട്ടിഫിക്കറ്റും വാങ്ങിയാൽ പോരാ. അവരുടെ ഇൽമിൽ എന്താ നിങ്ങൾക്ക് കണ്ടത്? ആ ഇൽമാകണ്ടേ. വയറല്ലദീന ഊത്തുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ടവർ കാണുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പം അവർക്ക് ഹക്കുൽ യഖീനായി എന്നർത്ഥം. ചില കാണൽ എന്നുള്ളത് കണ്ണിനാ പറഞ്ഞെങ്കിൽ കണ്ണുകൊണ്ടുള്ള ഇൻകിശാഫാന്ന് കാണല്. ഇവിടെ കൽബിൻ്റെ ഇൻകിശാഫല്ലേ താഴെ പറയുന്ന ആശയം. അപ്പോൾ കൽബിൻ്റെ ഇൻകിശാഫ് റുയ്യത്തുണ്ട് ഇബാറത്ത്, കണ്ടു എന്ന ഇബാറത്തിലുണ്ടെങ്കിൽ എന്തായി, അത് ഹക്കുൽ യഖീനാവണം. കണ്ണുകൊണ്ട് കണ്ട സാധനത്തിന് ഹുക്കും കൊടുക്കുന്ന ഹുക്കുമാണ് കൽബ് കൊണ്ട് അറിഞ്ഞ സാധനത്തിന് കൊടുക്കുന്ന യറ. എന്താ കണ്ടത്? അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക ഹുവൽ ഹഖ്, റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ പക്കൽ നിന്ന് തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഖുർആനുൽ അലീം. ഇത് ഹക്ക് തന്നെയാണ്. ഹുവൽ ഹക്ക് ഹസ്റാക്കി, ഒന്ന് ഹുവയും വെച്ച് അലിഫ്ലാമും കൊടുത്തു. ഹക്ക് തന്നെ, അതല്ലാത്ത മറ്റൊന്നും അതിലെന്നുമില്ല. അതോ അസീസുൻ ഹമീദായ അള്ളാഹുവിൻ്റെ സിറാത്തിലേക്ക് വഴികാട്ടുന്ന സാധനമാണ്. രണ്ട് കാര്യം അവർ അറിയും. ഒന്ന് ഖുർആൻ എന്താണെന്നും രണ്ടാമത് ഖുർആൻ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നും. ആണോത് وقال الذين كفروا هل ندلكم على رجل ينبئكم إذا مزقتم على رجل جريبينه. وقال الذين كفروا هل ندلكم على رجل ينبئكم إذا مزقتم كل ممزق
إنكم لفي خلق جديد. അപ്പൊ കുഫാറുകൾ പരസ്യം പറയുന്നു. ഇവിടെ ഒരു റജുലുണ്ട്. ആ റജുലെന്താ പറയുന്നറിയോ? നിങ്ങൾ മണ്ണിലാക്കിയിട്ട് നുരുമ്പി, എല്ലാം നുരുമ്പി, എല്ലാം പോയി ശരീരം എല്ലാം നാമാശേഷമായി കബർ തുറന്നു നോക്കിയാൽ ഒരു സാധനം ആകില്ല, എല്ലാം തീർന്നു. അതാ മത്സക്കത്തും കുല്ലമു മത്സക്ക്, അല്പാൽപമായതല്ല, കുല്ലമു മത്സക്കാക്കി കഴിഞ്ഞാലും ഇന്നക്കും ലഫീ ഖൽഖിൻ ജദീദ്, നിങ്ങളെ പുതിയ പടപ്പാക്ക് എടുക്കുന്നു. അതിവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരാളുണ്ട് ഇവിടെ. ഇയാൾക്ക് എന്ത് പറ്റിപ്പോയി? ഒരു കൂട്ടർ പറയുന്ന അയാൾക്ക് ഭ്രാന്താണ്. അതാ അഫ്തറാ അലല്ലാഹി കദിബൻ അം ബിഹി ജിന്നഹ്. ജന്നത്തുൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം, ജുന്നത്ത് എന്ന് പറഞ്ഞാൽ പടയങ്കി. അപ്പം ജൂൻ എന്തായി അർത്ഥം മാറി. അപ്പം അതേ മലയാളത്തിനുണ്ടല്ല, കളി കിളി കുളി എന്ന് പറഞ്ഞാൽ ഹർക്കത്തനുസരിച്ച് സാധനം പറയില്ലേ. അവർ പറയുന്നു, അവരുടെ വാക്കിപ്പെട്ടതാണ് അഫ്തറ. അവിടെ ഒന്നുണ്ടാവും, ഇഫ്തറ ചെയ്ത് ഇല്ലാത്തത് പറയുകയാണോ എന്നുള്ള ഇസ്തിഫഹാമാണ് ഉണ്ടാവും. അത് കളഞ്ഞതാണ് അഫ്തറ. അപ്പോൾ ഇസ്തിഫാമിൻ്റെ അൽസ് ബാക്കിയാക്കിയിട്ട് എന്ത് കളഞ്ഞ്? വസുൽ അംസ കളഞ്ഞു അല്ലേ? ആ ഇഫ്തറ എന്നല്ല, മുസ്ലിം അംസക്ക് വേണ്ടത് കസറല്ലേ ഇവിടെ. ഇഫ്തറ യഫ്തരി. بل الذين لا يؤمنون بالآخرة في العذاب والضلال البعيد. إني أفلم يروا إلى ما بين أيديهم وما خلفهم من السماء والأرض إن يشأ يخسف بهم الأرض أو يسقط عليهم كسفا من السماء إن في ذلك لآية لكل عبد منيب. ആ പാരഗ്രാഫ് തീർന്ന്. ഇനി ദാവൂദ് അലൈഹിസ്സലാം, അതുപോലെ അവരെ മകനാരുണ്ട് സുലൈമാൻ അലൈഹിസ്സലാം, ആ കുടുംബത്തിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഓരോ പ്രത്യേകതകളുണ്ട്, ഖുസൂസിയത്ത്. വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫളാ യാ ജിബാലു അവ്വിബി മഅഹു വത്ത്-ത്വയ്ർ وألنا له الحديد أن اعمل سابغات وقدر في السرد واعملوا صالحا إني بما تعملون بصير. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാമിന് കൊടുത്ത പ്രത്യേകതകളിൽപ്പെട്ട ചിലതേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വേറെ ചിലത് അവിടെ ഉണ്ട്. അൽ-ബഖറ സൂറത്തിലില്ലേ, ഒക്കത്തല്ല ദാവൂദ് ജാലൂത്ത. നോക്കട്ടെ, ഖുർആൻ ഇങ്ങനെ മനസ്സിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കണം, അതാണ് വേണ്ടത്. അതുകൊണ്ട് ദാവൂദ് അലൈഹി ഇസ്ലാമിന് കൊടുത്ത എല്ലാം ഇവിടെ എണ്ണിയിട്ടില്ല. ഭൗതികമായി നമുക്ക് മുമ്പിലുള്ളത് മാനവീയത അപ്പുറമുണ്ട്. ഒക്കത്തല്ല ദാവൂദ് ജാലൂത്ത്. അത് അല്ലാഹുൽ മുൽക വൽ ഹിക്മത വഅല്ലമഹു മിമ്മാ യശാ. അവിടെ മൂന്നെണ്ണം എണ്ണി. ഇവിടെ ചില മുഅ്ജിസാത്ത് എണ്ണി. യാജിബാലു അബബിഹി മഅഹു വത്ത്-ത്വയ്ർ അലന്നാ ലഹുൽ ഹദീദ്. ഇരുമ്പിനെ അവർക്ക് മയപ്പെടുത്തി കൊടുത്ത്. ഈ പാചകക്കാരൻ്റെ കയ്യിൽ കിട്ടിയ കുഴച്ച ഗോതമ്പ് മാവ് കൊണ്ട് ചപ്പാത്തി അപ്പം ഉണ്ടാക്കുന്നത് പോലെ ഇരുമ്പിനെ കൈമ കിട്ടിയ ചൂടാക്കലോ ഇതൊന്നും വേണ്ട. അത് പ്രത്യേകത ഉണ്ട് നമ്മുടെ ഖുർആൻ വേറെ മുഅ്ജിസത്തൊക്കെ ഉണ്ടില്ലേ. അപ്പം അമ്പയാക്കൾക്ക് കൊടുത്ത മുഅ്ജിസാത്തിൻ്റെ ഫലഭാഗങ്ങളും ഔലിയാക്കൾക്ക് റഹ്മത്തായിട്ട് കൊടുത്ത ഓരോ താപ്യങ്ങളാണ്. ഔലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പച്ചസാലിട്ടാണ് നാശം വെക്കുന്നുണ്ടാ തെച്ചു. ഓർക്കെന്തല്ല വസ്തു പച്ചസാലിടും. പിന്നെന്തുണ്ടായാൽ നീണ്ട സിഗരറ്റ് വലിക്കും. മൂന്നാമത്തെ കട്ടൻ ചായ കുടിക്കലി. മോതിലുണ്ടാവും, 20 പേരിലിന് മോതിലിട്ടിട്ടുണ്ടാവും. പിന്നെ ബടി വീശും.
ഇതൊക്കെയാണ് ഔലിയാക്ക് ഉസ് പറയുന്നത്. അവിടെയാണ് നമുക്ക് തെറ്റ്. പക്ഷേ ഇത്തിബാ എന്ന് പറയുന്നത് അമ്പിയാക്കളിൽ നേരെ ഇങ്ങോട്ടേക്കുള്ള ഇത്തിബാ എന്താണ്? ഇത് വേറെ ഇത്തിഖാദിലും ഇൽമിലും ഫറദായ എല്ലാത്തിലും ഉണ്ടാകുമല്ലോ. ഫി ഹാലിഹി വ ഫആലിഹി വ മഖാലിഹി എന്നല്ല. ഫി ഹാലിഹി വ ഫആലിഹി വ മഖാലിഹി ഫതതബ്ബഅന്ന വ താബിഅൻ ലാ തഅദില. ഖൗലിലും ഫിഅലിലും പിന്നെ ഹാലിലും ആദത്തിലും വിവാദത്തിലും എല്ലാം തന്നെ. ആദത്തിൽ വേണ്ടാന്ന് പറയുന്ന ഒരു കള്ളം പറഞ്ഞു കുറിച്ച് ഫത്തബിഊനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താക്കണം, ഇത് ആദത്തോ ഇബാദത്തോ നോക്കിയിട്ട് വേർതിരിച്ചിട്ട് ഇബാദത്തിൽ പിൻപറ്റിക്കോ ആദത്തിൽ പിൻപറ്റണ്ടെന്നാണ് ഓറി വെച്ചത്. ഫത്തബിഊനാന്ന് മുത്തലക്കാണ് പറഞ്ഞ കഴിഞ്ഞു പോലും. അങ്ങനെ ആദത്ത് എണ്ണിയാൽ പിന്നെ ഒന്നിനും പിൻപറ്റാനുണ്ടാവില്ല അല്ലേ. തിന്നലും കുടിക്കലും ആദത്തോ ഇബാദത്തോ? ആദത്ത്. അപ്പം എന്തണ്ട തിന്നുന്ന വിഷയത്തിലൊന്നും ഇത്തുപായ വേണ്ട. നിങ്ങൾ അടുത്തേക്ക് കൊണ്ട് തിന്ന ഭാര്യയിട്ടും തിന്ന കോരിയിട്ടും തിന്ന മോരൊന്നും പറയുന്ന ഒരാളുണ്ട് ഇങ്ങനെ കുടിക്കുന്നു. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മോരി അതിനാണ് ഗ്ലാസും പാത്രം വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ മോരി ആയിട്ടുണ്ട് എപ്പോഴെന്തെങ്കിലും? അപ്പം ആദത്തല്ലേ ഇത്. അപ്പോൾ തുണിയെടുത്തത്തിൽ വേണ്ട, കുളിക്കല് വേണ്ട, ഉറങ്ങുന്ന ആദാബുകളും വേണ്ട. അപ്പം പിന്നെ അപ്പം നിൽക്കാത്ത നോമ്പിൽ മാത്രം എന്താ ശുരുസനെ ഫത്തബിഊനി എന്ന് പറഞ്ഞാൽ നിരുപാധികം. പക്ഷെ ഹുസൂസിയാത്തിൽ എന്താ കഴിയൂല പിൻപറ്റ. അത് നമ്മൾ ഓറത്ത് തോഹീദിൻ്റെ ചെറഹോദവും പറഞ്ഞിട്ട് ഹുസൂസിയാത്ത് നമുക്ക് താങ്ങാൻ കഴിയൂല, ഇത്തിബ ചെയ്യാൻ കഴിയൂല. എന്ത് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു എതിര് പറയണമെന്ന് മനുഷ്യനിക്കൊരു തോന്നലാന്നിപ്പോൾ. എന്നാൽ ഓന് ഒരാളേ ഉള്ളൂ. ആ അങ്ങനെയല്ല ഇപ്പം വിദേഹത്തെല്ലാം വന്നങ്ങ് തന്നെയല്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ എന്താന്ന് മേറാജിന് പോയിട്ടുണ്ട്, എങ്ങനെയാണ് ഏതാന്ന് ഇത്ര ദൂരത്തെത്തോ ഒന്നും ചിന്തിച്ചില്ലല്ലോ. നബി പറഞ്ഞിട്ടുണ്ടോ? ആ റെഡി, അങ്ങനെ തന്നെ. അതിലപ്പുറം മറുത്തും ഒന്നും പറയാനില്ല. ഇനി സുലൈമാനതാ പിന്നെ അത് ഷഹീന്ന് ഹാക്ക് കൽക്കലത്ത് വേണ്ടല്ല. ആ റാഗ് അപ്പുറം ഇല്ലെങ്കിൽ അടങ്ങനെ ഉച്ചരിക്കലോ കേട്ടെന്ന്. ഇപ്പുറം റാ ഇല്ല നോക്ക്. ഷഹ് നോക്കലേ അല്ല ഷഹ്. ഹാക്ക് കൽക്കലത്തിൻ്റെ ആവശ്യം വരുന്നില്ല. റവാഹുഹ എന്ന് പറഞ്ഞ അരിഫിൻ്റെ കഥ നിങ്ങളുണ്ടേ. അങ്ങനെയല്ല ഉദുവുഹ എന്നപ്പുറം വായിച്ചില്ലേ. അതാണ് റാ പറയുന്നുണ്ട്. ആ റാ പറയണമെന്ന് വിചാരിച്ചിട്ട് ഹാക്ക് കടുപ്പം കൊണ്ടേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമാണ്. എന്തുകൊണ്ട് ഈ പതകളുടെ സാധനത്തുമ്പോൾ കയറിയിട്ട് നിൽക്കുമ്പോൾ കാലുറക്കൂല. കിടക്കുമ്പോൾ കയറിയിട്ട് എന്താക്കി സാധനം എടുത്തൊക്കെ കാലുറക്കണ്ട് ഇങ്ങനെ തുള്ളി കളിക്കും. ഇങ്ങനെ ഹാർഡായ സാധനത്തുമ്പോൾ നല്ലോണം ചവിട്ടി നിൽക്കാൻ കഴിയും. ഈ ഹാ എന്ന് പറയുമ്പോൾ തുള്ളുന്ന സാധനമാണ്, വളരെ സോഫ്റ്റ്. ഒരു നേരം പുല്ലുമുട്ടായി ഷമ്മാസിൻ്റെ പപ്പടം കണക്കത്തെ വായിലുണ്ടൊക്കെ നലിഞ്ഞു പോയി. ഹാ വളരെ സോഫ്റ്റ് അല്ലേ എന്ന് നമ്മുടെ റാ പറയുന്നുണ്ട്. അപ്പം റാ എന്താക്കി നോമ്പ് വെച്ച മാതിരി യഥാർത്ഥത്തിൽ നോമ്പുണ്ട്, ആർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. وأسلنا له عين الفطر ومن الجن من يعمل بين يديه بإذن ربه
ومن يزغ منهم عن أمرنا نذقه من عذاب السعير. കിത്തിൻ്റെ അവിടെ നിന്ന് താഴ് കലക്കലത്തും ഇഷ്ടേനാവും ഇത്തുമ്പാക്കെല്ലാം വന്നപ്പോൾ ഏറ്റവും ടോപ്പിൽ അക്ഷരം അവിടെ കണ്ടില്ലേ? കടുപ്പുള്ള അക്ഷരല്ലേ താവ്. എല്ലാ കടുപ്പപ്പെട്ട സിഫാത്തും അടങ്ങിയ സാധനമാണ് താവ്. ഇസ്തയിലുണ്ട്, ഇത്തുബാക്കുണ്ട്, പിന്നെ ഷിദ്ദത്തുണ്ട്, ജഹറുണ്ട്. തർക്കിക്ക് വരും. സാക്കിൻ്റെ മുമ്പ് കസറല്ലേ? അത് അവിടെ ഇമാമിങ്ങളുടെ ഒരു ഖിലാഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ മുഅ്തമദാക്കുന്നത് ഇത് വസലാക്കുന്ന അവസരത്തിൽ തർക്കിക്കല്ലേ, ആ തർക്കിക്കുമ്പോൾ തന്നെ പോകും. വസലാക്കിയ കൂടെ അയിനൽ ഖിത്തിരി എന്ന് പറഞ്ഞ വാക്ക് കാസർമലല്ലേ. അപ്പം മറ്റൊരു കാരണത്താലൂടെ ഒത്തു വന്നിട്ടുണ്ടത് അല്ല തർക്കിക്കുന്ന കാരണം സാക്കിൻ്റെ മുമ്പ് കസറ വന്ന്. അപ്പം രണ്ട് കാരണങ്ങളാലും തർക്കിക്കിൻ്റെ അപ്പം തർക്കിക്കുന്നതാണ് മുഅ്തമദാക്കുക. ഒരാളത് يعملون له ما يشاء من محاريب وتماثيل وجفان كالجواب وقدور الراسيات. അപ്പം എന്താ ജിന്നുകളെ അള്ളാഹു താല അവർക്ക് തസ്മീറായി കൊടുത്തതാണ്. ഒമിനൽ ജിന്നി മഞ്ഞാമല് ബൈനയതി. മൂപ്പറ് പറഞ്ഞ പണിയെടുത്തോളണം. എന്താ കൽപ്പന കൊടുക്കുന്നത് അത് പണിയെടുത്തോളാം. അതാ റബ്ബിൻ്റെ കൽപ്പനയാണ്. തെറ്റി നടന്നാലോ അടുത്ത ശിക്ഷയും കൊടുക്കും. ചങ്ങലക്കിടലുണ്ട്, ജയിലിലടക്കലുണ്ട്. അല്ലേ ഒരു ബെറായിട്ടില്ലേ? വാഹലിന് മുഖറീനെ പിൽ അസ്ഫാദ്. ജയിലിലടക്കൽ, ശിക്ഷ കൊടുക്കൽ, കൊല ചെയ്യേണ്ട ആളെ കൊല ചെയ്യും. ചെയ്യേണ്ട പണി എന്താ? യഅമലൂന ലഹു മാ യശാ മിൻ മഹാരീബ വ തമാസീല വ ജിഫാനിൻ കൽ ജവാബി വ ഖുദൂറി റാസിയാത്ത്. മറ്റേ സ്ഥലത്ത് ബന്നായി വ ഖവാസ്. ബന്നായി എല്ലാം കെട്ടിട്ടുണ്ടാക്കാൻ, പിന്നെ ഖവാസാര മുകുന്നാണ്. يعملون له ما يشاء من محاريب وتماثيل وجفان كالجواب وقدور الراسيات. يعملوا آل داود شكرا وقليل من عبادي الشكور. هنا برافو. فلما قضينا عليه الموت ما دلهم على موته إلا دابة فلما ഇനി അടുത്തന്നെ വന്നു പോയി. ആടെ തുടങ്ങിയിട്ടാണ് നേരത്തെ വന്ന് വീണേ. പിന്നെ അവിടെ തന്നെ തുടങ്ങാൻ വന്ന് വീണത്. അപ്പം എന്താ ഈ ചക്കിൻ്റെ വീടിൻ്റെ മാതിരി എന്താക്കും? എത്രയോ കിലോമീറ്റർ സഞ്ചരിക്കും. പക്ഷേ മൂപ്പറവിടെ തന്നെ ഉണ്ടാകില്ല. അല്ല, ഇനി അത് ചുരുക്കി പിടിക്കാൻ വേണ്ടി ആദ്യത്തെ അവകാശങ്ങളൊന്നും കളയണ്ട. ഇവിടുത്തെ കൊന്നത്ത് അതിനെ കളഞ്ഞിട്ട് അപ്പുറത്തേക്ക് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യം വരുന്നില്ലല്ലോ. ആ فلما قضينا عليه الموت ما دلهم على موته إلا دابة الأرض تأكل من سأته. മാതല്ലഹും നിർത്താത്തതിന് പ്രശ്നം തീർന്ന്. മാതല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർളി തഅകുലു മിൻ സഅതഹ. دلهم على موته إلا دابة الأرض تأكل من سأته. فلما خر تبينت الجن أن لو كانوا يعلمون. فلما خر تبينت الجن أن لو كانوا നൂന് വായിക്കേ വേണ്ട. فلما خر
تبينت الجن أن لو كانوا يعلمون الغيب ما لبثوا في العذاب المهين. അപ്പോൾ ജിന്ന് കഴിയുമ്പോൾ അറിയില്ല എന്നാവുന്നത് അല്ല അറിയിച്ചോ അറിയുന്നതിൽ തർക്കമില്ലല്ല. ആകാരം തർക്കിക്കുന്നുണ്ടോ? അല്ല അറിയിക്കാത്തത് അറിയില്ല എന്നുള്ള തർക്കമില്ലല്ലോ. എന്താ പക്ഷേ ജിന്ന് കഴിയുമ്പോൾ അറിയുമെന്നാ അറിയില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അറിയില്ലെന്നിവിടെ നഫി എടുത്തോ. അറിയൂല എന്നുള്ള നഫി പറഞ്ഞിട്ടില്ല. ലൗകാനോ യാലമൂനൽ ഗൈബ മുഖദ്ദമാണ്. മന്ദിക്ക് പറയുന്ന മുഖദ്ദം എത്ര വട്ടം കേട്ട് കഴിഞ്ഞാൽ മന്ദിക്ക് തേച്ച് ഓതിയിട്ടുണ്ടെങ്കിലോ ഇനി പുതിയ മന്ദിക്കൊന്നും ഓതാൻ ബാക്കിയില്ല. ലൗകാനോ യാലമൂനൽ ഗൈബ എന്നുള്ളത് മുഖദ്ദമാണ്. മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ എന്നുള്ളത് താലിയാണ്. ഈ അദാബുൽ മുഹീനിൽ അവർ കഴിഞ്ഞു കൂടൂലായിരുന്നു. ഇവരെന്താക്കിയെന്നറിയോ? മരിച്ചത് അറിയാത്ത കൊണ്ട് ഇവർ പണിയും കടിച്ചു ഓർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എന്തായി? അദാബിൽ മുഹീനിൻ്റെ താലി ബാത്തിലായി. മാ ലബിസോൻ ലബിസുവായി എന്നല്ലോ ഉണ്ട്. അപ്പോൾ ഗൈബ് അറിയില്ല എന്നും വന്നു. താലി പോയാൽ മുഖദ്ദമ പോയി. അങ്ങനെയാണ് കാനൂന്. സൂര്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ വെളിച്ചമുണ്ടാകുമായിരുന്നു. ഇവിടെ വെളിച്ചേ ഇല്ല എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇല്ല എന്ന് അർത്ഥം കിട്ടും. ഇത് അത് നോക്കണം. ഓരോ ചോദ്യം വരുമ്പോൾ ഇങ്ങനെ പരതല്. ഒന്നെങ്കിൽ നമ്മളിൽ തന്നെ ചോദ്യം വരണം, എല്ലാം പുറത്തുനിന്ന് വരണം. പറയുന്ന കേട്ടെടുക്കൂല. പറയുന്ന കേട്ടണ പോലും പറയുന്ന കേട്ടണ പോലും പറയുന്ന കേൾക്കാൻ എടുക്കില്ല. ശരീരത്തിൽ ഒരു കോട്ടം വരെയുള്ള അമ്പിയ എത്ര കൂട്ടം പറഞ്ഞു കഴിഞ്ഞ അമ്പിയ മുസ്ലിങ്ങൾ ഔലിയാക്കളുടെ ശരീരത്തിന് മണ്ണിൽ വെച്ച കോട്ടം ഉണ്ടാവില്ല എന്ന് ഹദീസിന്റെ നഷ്ടല്ല. ഇത് അത്തനൊന്നിട്ട് ഉണ്ടെന്നോ? അപ്പം അങ്ങനെ മുത്തക്കബലും ഞാൻ പറഞ്ഞത് കണ്ണാടി കൂട്ടിലാക്കി വെച്ചൂടെ. കണ്ണാടി കൂട്ടി വെച്ചാൽ കണ്ണാടി കൂട്ടിലാക്കാൻ അമ്രില്ലല്ലോ. മരിച്ചാൽ എന്താ വേണ്ട? കഫൻ ചെയ്തിട്ട് മറമാറണമെന്ന അമ്ര് കണ്ണാടി കൂട്ടിയാക്കി വെക്കണം നന്നാ കൽപ്പിച്ചിട്ടില്ല. പ്രദർശനത്തിന് വെക്കാനുള്ളതാ മയ്യത്ത്. ഒരാൾ മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് പറയാൻ വേണ്ടില്ലേ അനുസരിച്ച് ചെയ്യും. അത് ചീഞ്ഞ നാർന്നായിട്ട് എല്ലാവരും അല്ല മുത്തക്കബലും ജമ്പാറ് പറഞ്ഞൂല. അങ്ങനെ അങ്ങനെ കണ്ണാടി കൂട്ടിലാക്കി വെച്ചൂടെ? അങ്ങനെ കൽപ്പനയില്ലല്ലോ. അത് കണ്ണാടി കൂട്ടിലാക്കുന്നു. അതുകൊണ്ട് വകയല്ലേ? ആ അപ്പൊ ജിന്ന് കൈമറിയൂല. ജിന്നിനുണ്ട് എന്തുണ്ട്? അറിവിൻ്റെ ഒരു പരിധി. മനുഷ്യന്മാർക്കൊണ്ട് മഹസൂസാത്ത് മഹക്കൂലാത്തിൻ്റെ ഒരു പരിധി. അതിൻ്റെ അപ്പുറം മഹലൂമാത്ത് ബാക്കിയുണ്ട്. അപ്പോൾ ഇവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിയും എത്തിച്ചേരുന്നതിന് അതീതമായതിനാണ് കൈബ് എന്ന് പറയുന്നത്. അല്ലാത്ത കൈബില്ല. അതേമാതിരി ജിന്നുകൾക്കും എന്തുണ്ട്? അവരുടെ മഹസൂസാത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നൊരു പരിധി ഉണ്ടാവും. അതിനപ്പുറം പോകില്ല. പിന്നെ ജുലൂസാറ് വാദിക്കും കണക്കൂട്ടിയാൽ കൈമറിയുമെന്ന്. അത് ഭയച്ച വാദമാണ്. അങ്ങനത്തെ വാദം ഇല്ലെന്നാണ് അക്കലും നക്കലും ബാത്തിലാണ്. നികുതി മുറിച്ച കള്ളാസും ബസ്സിൽ കയറി ടിക്കറ്റിൽ എടുത്തുകൊണ്ട് പോയാൽ കൈമറിയുമെന്ന്. അത് ന്യായം പറയും. എള്ളിൻ്റെ ഉള്ളിൽ എണ്ണ ഉണ്ടെന്ന് കിട്ടുന്നത് അത് കൈമലല്ല, രണ്ടു ഷഹാദത്തല്ലേ. തേങ്ങൻ്റെ ഉള്ളിൽ വെളിച്ചെണ്ണ ഉണ്ട് എന്ന് കൈമ എന്ന് ഊഹിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അപ്പുറത്തിപ്പൊന്ന് ചോദിച്ച് പറയുന്നുണ്ടാവും. എന്താ ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ പുരയെടുത്തിട്ട് എല്ലാക്കി ഫിനിഷിങ് ആക്കിയിട്ട് എന്താക്കി, അല്ലെങ്കിൽ 10,000 എത്രയോ റുപ്യ ലാഭം കിട്ടിയപ്പോഴാണ് വിറ്റ്. ജുലൂസാൻ്റെ അടുത്ത് പോയി പല ആ പുരയെടുത്ത ആൾക്ക് അവിടെ താമസിക്കാൻ കൂടുതലുണ്ടല്ലോ. അത് കണ്ട പറഞ്ഞ അയാൾ വിറ്റില്ലേ. ഇത് കണക്കൂട്ടിട്ട് കൈ കിട്ടിയതാ. നീ തിരണ്ടില്ല.
സെയ്ദ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ അളിപ്പുറത്ത് നടന്ന കഥയായിരുന്നു. സെയ്ദ് എന്ന് പറഞ്ഞ ആൾ എന്താക്കി പോലെ എടുത്തിട്ട് 90 ലക്ഷം റുപ്യ കിട്ടിയപ്പോൾ എന്താക്കി വിറ്റ്. അപ്പം അതിൻ്റെ ഓട്ടോമാറ്റിക് ആയിട്ടല്ല ആ ബിൽഡിംഗ് പണിയെടുപ്പിച്ചാൽ താമസിക്കാൻ ഇടയില്ല. ഇത് കൈബ ഇവിടെ കണക്കൂട്ടി കിട്ടിയതത്. ബെഡുകളെ വഞ്ചിക്കാൻ വേണ്ടി എന്തെല്ലാം അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ വഞ്ചനയിൽ ഞമ്മ കൊടുക്കാം. 10 പേടയിലിട്ടിട്ട് ഇങ്ങനെ കുലിക്കുക 20 വേണമെന്ന് പറയുമ്പോൾ സമേന വാർത്തായന. അതെങ്ങനെയാണെന്ന് ചിന്തിച്ചൂടെ? പോത്ത് വെച്ച് തരുമ്പോൾ കുഞ്ഞിനെ കൂട്ടിയിട്ട് പാടാം. കുറേ അങ്ങനത്തെ പോത്ത് വെറുവില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതാ നിങ്ങളെ പോത്തതാ റോട്ടമ്മ വെച്ചിട്ടുണ്ട്. ഇവിടെ നീ ആ കുഞ്ഞിനെ കൂട്ടിയിട്ട് വന്നിട്ടെ. ഓഹോ, പോത്ത് വെറുവില്ല വയ്യ. അതാണ് ഇബ്നു തആല സിക്കന്ദരി റളിയല്ലാഹു അൻഹു തൻവീറിൽ പറഞ്ഞെന്താ, ഗൈബ് അറിയാൻ അല്ലാഹു തആല ഒരു വകുപ്പും വെച്ചിട്ടില്ല. അവനവൻ്റെ ഫീൽഡിലെ ഷഹാദത്ത് അറിയാൻ അള്ളാഹ് ഇതിനോടുകൂടി എന്താക്കും, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടോ ബുദ്ധി കൊണ്ടോ കിട്ടും. ഗൈബ് അറിയാൻ വേണ്ടി വെച്ചിട്ടില്ല. ഉണ്ട് ഏത്? അമ്പിയാക്കൾക്കുള്ള സരീഹായ വഹയി അല്ലെങ്കിൽ ശരിയായ ഔലിയാക്കന്മാർക്കുണ്ടാകുന്ന കശ്ഫ്. തീർന്നു. മുഖദ്ദിമാത്ത് കൂട്ടിയിട്ട് പിന്നെ മറ്റേ A+B ഹോൾ സ്ക്വയർ എന്നൊക്കെ പറയുന്ന ഫോമുലകളില്ലേ, ഇതൊന്നും കൈമ്പല്ല. അത് പെട്ടെന്ന് കിട്ടാത്ത എന്താകും? 4356 സ്ക്വയർ സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ കുറച്ച് പണി ഉണ്ടാവും. അത് 66 കിട്ടണമെങ്കിൽ ആ സ്ക്വയറിൽ നിന്ന് സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചില ഫോമുല ഉണ്ട്. ഇപ്പം ഒന്നും വേണ്ട, ബട്ടൺ അടിച്ചിട്ട് എന്താ കിട്ടും. കളവേണ്ടി നോക്കതാ സ്ക്വയർ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ലേ, അവിടെ തൊട്ടാൽ കിട്ടും. അപ്പോൾ സ്ക്വയറോ സ്ക്വയർ റൂട്ടോ ക്യൂബോ ഒന്നും എന്തല്ല, ഗൈബല്ല, ഷഹാദത്താണത്. നോക്ക്, അത് ഗൈബ് എന്താണ് ഷഹാദത്ത് എന്താണെന്ന് ആദ്യം വേർതിരിച്ചിട്ട് വേണം അത് തീരുമാനിക്കുന്നത്. ബാക്കിയെങ്കിലും ഗൈബ് അറിയും എന്ന് പറഞ്ഞത് കൊണ്ട് ശരിക്ക് വരും പോയി. അതാണ് ആ അന്തയിപ്പോയി. ഗൈബ് പറഞ്ഞാൽ അന്തയാവുക. എന്നാ ഷഹാദത്ത് അറിഞ്ഞാലോ? അപ്പോഴല്ലോ അല്ല, അങ്ങനെ ഓരോ ചോദിച്ചാൽ ചോദിക്കുന്ന ഇതിൽ പറയുന്നതല്ല. അപ്പൊ ചോദിച്ചാലും എന്താക്കാം, അന്നേരം പരുത്തം കിട്ടും. എല്ലാം ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ലല്ലോ. പീടിയിൽ പോയി സാധനം ഇല്ലെങ്കിൽ എല്ലാം ലിസ്റ്റം കൊടുത്താൽ ആടില്ലാത്ത അപ്പുറത്ത് വാങ്ങിട്ട് ഒപ്പിക്കുമല്ലോ. ഓതിപ്പോ ഒരു സ്ഥലത്ത് വെക്കണ്ടേ? جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور. ഷമ്മാസ് ചോദിച്ചാൽ ഒത്തു വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇവനെ നിങ്ങൾ ജിന്നിനെ ശൈത്താനെ സേവിച്ചാൽ ആ ജിന്നിന് ഇവനേക്കാണ ഭയസ്ഥാതിക്കുണ്ടാവും. ഭയസ്ഥാതികളുടെ ആളോട് ചോദിച്ചാൽ ഇപ്പം ഷമ്മാസിന് അറിയാത്ത കാര്യം അവനെ കണക്ക് ഭയസ്ഥതയുണ്ട്. ഒരു 50 കൊല്ലം മുമ്പുള്ള സംഭവം എനിക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൈമല്ല, ലോകത്തോണ്ട് ഷഹാദത്ത് എന്താക്കി കാലപ്പഴക്കമുള്ള ഷഹാദത്ത് പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. അതെ, കട്ട് വരുന്നത്. അതുകൊണ്ട് എന്താകുന്നില്ല, ഷഹാദത്തോണ്ട് അതന്നെ ഇലാഫിയായ ഗൈബ് ഷഹാദത്തുണ്ട്, ഹഖീഖിയായ ഗൈബ് ഷഹാദത്തുണ്ട്. ഹഖീഖിയായ ഗൈബാണ് അൽ ഗൈബെന്നോ അല്ലെങ്കിൽ ഗൈബിഹി എന്നോ ഇലാഫത്ത് ചെയ്യും. അത് ആപേക്ഷികയല്ല. ഹഖീഖിയായ ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ആലിമുൽ ഗൈബ് അലിഫ് ലാം കൊടുത്തിട്ട് പറയും. ചിലതെന്താക്കും, ആപേക്ഷികമായിട്ട് പറയും. ഒരാൾക്ക് ഷഹാദത്തായാൽ ഒരാൾക്ക് ഗൈബായിരിക്കും. ഇൽമ അങ്ങനെ തന്നെയല്ലേ, ലറൂറിയായ ഇൽമുണ്ട്, മറ്റേ നെലരിയായ ഇൽമുണ്ട്. ലറൂറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിയുന്നുണ്ട്.
മറ്റേ നന്ദിനി എന്ന് പറഞ്ഞാൽ കുറച്ച് ആലോചിക്കണം, അല്ലെങ്കിൽ കോമലിയോ അല്ലെങ്കിൽ കാൽക്കുലേറ്ററോ പദസഹായോ എന്തെല്ലാം കുത്തലാക്കേണ്ടി ഇതല്ലേ. നിങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ വലിയൊരാളായി കഴിഞ്ഞാൽ ചില ഫോമുല പറയുമ്പോഴേക്ക് മനക്കണക്കായിട്ട് പറയാൻ കഴിയും. മറ്റുള്ള ആൾക്ക് എഴുതി കൂട്ടിയിട്ട് 1 1 1 2 2 1 3 നീല കൂട്ടിയിട്ട് ഇവിടെ എത്ര ബാക്കി ഇത്ര ബാക്കി എന്ന് പറയും. നമ്മളെ മമ്മി ഞാൻ ഇവിടെ നിങ്ങൾ എത്ര നീണ്ട കണക്ക് കൊണ്ടാൽ അന്ന് ഇത്ര പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കൂട്ടർക്ക് നെതിരിയായ സാധനം വേറെ കൂട്ടർക്ക് നെറൂരിയായിരിക്കും ആപേക്ഷിക്കുന്നത്. പിന്നെ പൊതുവെയുള്ള ഹുക്കും കൊടുക്കും, അത് മൊത്തത്തിൽ നെറൂരിയാത്തിൻ്റെ പട്ടികയിൽപ്പെട്ടതാകുന്നു അല്ലെങ്കിലോ നെതിരിയാത്തിൻ്റെ പട്ടികയിൽപ്പെട്ടതാകുന്നു എന്ന് പറയും. ഈ അത്തറിൻ്റെ മണം ആസ്വദിക്കൽ എന്തിൻ്റെ പട്ടികയിലാണ്? നെറൂരിയാത്തിൻ്റെ പട്ടികയിലാണ്. അപ്പോൾ ഒരു കൂട്ടർക്ക് മൂക്കിന് മഴയുന്നില്ല അല്ല കഫക്കെട്ടുണ്ടെന്ന് നമ്മൾ കുറേ വലിച്ചു കയറ്റിയാലേ തിരിയുമെങ്കിൽ അയാൾക്ക് എന്താവില്ല, ഇത് നെറൂറി പോയിട്ട് നെതിരിയായിട്ട് മാറൂല. പൊതു ഹുക്കുമ കൊടുക്കുക. ഇപ്പോൾ മനസ്സ് പറഞ്ഞ കണക്ക് തന്നെ കാലപ്പഴക്കമുള്ള ഭൂതകാലത്തുള്ള കാര്യങ്ങൾ എന്താക്കുന്നറിയോ, പരസ്പരം ചോദിച്ചറിയും. ഞാൻ പണ്ടൊരു കിസ്സ പറഞ്ഞതിനല്ല, ഒരു ജുലൂസാരന് കൈമറി നാളായിട്ട് ഞാൻ മിനിറ്റ് നോട്ട് ബുക്കിലെടുത്തിട്ട് പോയി. ആ പരക്ക് ഓനം ജനിക്കുന്നതിന് മുമ്പുള്ള കഥയാന്ന് പരക്കനോട് പറഞ്ഞെടുത്തേ. എന്താ പറയുന്നത്, ഈ കുടുംബക്കാരി കൂവത്തുൽ ഇസ്ലാമിൽ വേദന പോയിട്ടില്ല ഒരു കാലത്ത്. ഭാഗം കഴിഞ്ഞ് മടങ്ങി വന്നപ്പം ബക്കറ്റ് അന്ന് മോട്ടറൊന്നും ഇല്ലാത്ത കാലമാണ്. വലിച്ചു കോരുമ്പോൾ കിണറിൽ നിന്ന് കരിഞ്ഞ തലക്കൊരാൾ പിടിച്ചതായി തോന്നിയിട്ടില്ലേ? വലിച്ചിട്ട് കിട്ടാണ്ട് എന്നിട്ട് പേടിച്ചിട്ട് ബോധം കെട്ട് പോണില്ലേ? ഇവന് ജനിക്കുന്നതിന് മുമ്പാ പറഞ്ഞു കൊടുക്കുന്നു. നോക്കുമ്പോൾ എന്താന്ന്, അപ്പെണ്ണുങ്ങളും ഇവൻ്റെ ഉമ്മാമി ഒരു വയസ്സുള്ള ആളാണ്, മദ്രസയിൽ പഠിച്ചതാണ്. ആ ഉമ്മാമ്മക്ക് ഇപ്പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുത്ത അനുഭവം ഈ ഉമ്മാനോട് ചോദിച്ചറിഞ്ഞത് കൈപറഞ്ഞല്ല. ഏത്? അതെ, അത് തന്നെ കൈബാക്കിയത് ധ്വനിപ്പിച്ച്. അപ്പോൾ പരക്കാർക്ക് വലിയ പിരിശായി. ഇയാളെന്തിപ്പോ 10-60 കൊല്ലം മുമ്പ് കഴിഞ്ഞ സംഭവമില്ല, അങ്ങനെ തന്നെ പറയുന്നു. അതാണ് ജുലൂസിന്റെ വാദം. മണം പിടിച്ചിട്ടും പറയും. അതെല്ലാം പറയാം. ഇപ്പോൾ ഒരു പരക്ക് കെയ്യത്താ പോയിനി, കെയ്യത്ത്. അപ്പം അവിടെ മുലർക്ക് പുറത്തിരിക്കുന്നത് എല്ലാം. ഇപ്പം നിങ്ങൾ ഒറോട്ടിയെല്ലാം ആകുമ്പോഴേക്ക് നേരം കൂടുതലല്ല, അപ്പം നമുക്ക് പോണ്ടുണ്ടെന്ന്. അപ്പം പെണ്ണുങ്ങൾക്ക് തോന്നി എന്തെങ്കിലും മുലർക്കാകുമ്പോൾ അടുക്കളയിൽ ചുടുന്ന ഒറോട്ടിയാന്ന് ഞങ്ങൾ കുട്ടിത്തണമ്മ പുറത്തുനിന്ന് പറഞ്ഞത്. നോക്കുമ്പോൾ ഈ ഇലക്കെണ്ണം കത്തിയിട്ട് മണക്കുന്ന മണത്തിൽ ഇത് ഈ പൊറോട്ടി വിട്ടുന്ന വേണ്ടി മനസ്സിലാക്കാൻ കഴിയൂലേ? ഈ ഒറോട്ടിക്ക് ഇലക്കണ്ടയില്ലേ? അപ്പം അടുപ്പത്ത് ചൂട് പിടിച്ചാൽ എന്താക്കുക, അതിൻ്റെ മണം കൊണ്ട് റോട്ടി വിടുന്നിട്ട് കിട്ടുമോ? അത് കൈബല്ല. ഇനി കൈബ് തന്നെ വെക്കുക. ഒറോട്ടിയും കൈബല്ല, അടുക്കളയും കൈബല്ല, പൊരയും കൈബല്ല, ഇയാളും കൈബല്ല, അല്ല ഷഹാദത്താണ്. ഇതെല്ലാം കണ്ടിട്ട് ആളെ പറ്റിക്കപ്പെട്ടു പോയെന്ന്. അപ്പോൾ തട്ടിപ്പുകാർക്ക് ഇപ്പോൾ അന്നയില്ലാണ്ടായിന്ന് അറിയാം. പറഞ്ഞ് കുടിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മളെ ചോറ്റ് എന്തിനാ മണ്ണ് പറയുന്ന ഉസ്താദെ? അതെ, ഇങ്ങനത്തെ ചോറ് വയ്ക്കുന്നതിനെക്കാണ് മണ്ണുള്ള ചോറ് വയ്ക്കലല്ലെന്ന്. തന്നെയാ ആരാതെങ്ങനെയുള്ളത് ഞാൻ പറഞ്ഞു? തേങ്ങനുള്ളത് ഞാനും പറഞ്ഞിട്ടില്ല. അത് ഒരു ഇപ്പോഴത്തെ ഒരു പ്രൊഫഷനാന്ന് എന്താ പറയുക, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അതെല്ലാം ചിലപ്പോൾ ശറഅ ബുദ്ധിയോ അംഗീകരിച്ചതായിക്കൊള്ളുന്നില്ല. പരിഹാരം ഒന്നുമില്ലെങ്കിലും കിട്ടൂലേ? 2 ദിവസം കൂട്ടിയിരുന്നാ നീ അത് പണ്ടരാണല്ലോ. പാമ്പിന് മുട്ട കൊടുത്തിട്ടും പെണ്ണുങ്ങൾ പ്രസവിച്ചനല്ലോ അല്ലേ? മുട്ട കൊടുക്കാത്ത പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടില്ലേ? ആ കൂട്ടത്തിൽ കുട്ടിക്കോ? പാമ്പിന് മുട്ട കൊടുത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ വിലയിരുത്തുന്നതല്ല. അത് രണ്ടും കൂടെ കൂട്ടി വായിച്ചിട്ട് എനിക്ക് 9 മക്കളുണ്ടല്ല, മക്കളുണ്ടാകുമ്പോൾ റബ്ബന ആത്തിനാ നേരം ഞാൻ പറഞ്ഞിട്ടില്ല. ആണ്ണെ തന്നെങ്കിൽ പെണ്ണിനെ തന്നോ, നാട്ടിലെ പെണ്ണെ തന്നെങ്കിൽ ആണ്ണെ തന്നോന്നും പറഞ്ഞിട്ടില്ല.
യുസബ്ബിഹും ദുക്റാനം മൈനാസൻ 3-ാം നമ്പർ നമുക്കുണ്ട്. ഇരട്ടിയും പകുതിയും 6-ഉം 3-ഉം. അപ്പോൾ അത് ഒരു ഉപാധിയും സ്വീകരിക്കാത്ത കണ്ടുണ്ടാകുന്ന ചില സാധനമുണ്ട്, അതിൽപ്പെട്ടതായിരിക്കും. എന്നിട്ടോ നിങ്ങളെന്തോ തട്ടിക്കൂട്ടൊരു ഉപാധി ഉണ്ടാക്കിയിട്ട് ഇതുകൊണ്ടാണ് ഇത് കിട്ടിയത് എന്ന് നിങ്ങൾ എത്തിക്കുണ്ടാക്കിയതാണ്. അല്ല കണക്കാക്കിയത് 16-ാമത്തെ കൊല്ലത്തിൽ മക്കളുണ്ടാകാനാണ്, നിരുപാധികം മക്കളുണ്ടാകാൻ. അതെ അതിനോടൊരിക്കലുണ്ടല്ല, നിങ്ങൾ ജലാലെ വൃത്തി ചൊല്ലുന്നു പറയുന്നത് നമ്മൾ ചൊല്ലിയിട്ട് മക്കളുണ്ടായി. നമ്മൾ തെറ്റായിട്ട് എന്തല്ലോ ചൊല്ലി എന്നിട്ട് മക്കളുണ്ടായി. അത് ജലാലിയ ചൊല്ലിയ നിരുപാധികം മക്കാണത്. അപ്പം പിന്നെ ഇതിനെ തഹസീൽ നടത്താം. തഹസീലില്ല, അസ്മാബുകൾക്ക് തഹസീലില്ല. നമുക്ക് വേണ്ട കാര്യം സക്കരിയ അലൈഹിസ്സലാം പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ കാലം മക്കളിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് നബിയെ? إني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله رب رضيا. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു ചോദിച്ചു വാങ്ങാന്നുള്ള ഇസ്ലാമിലുണ്ട്. നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് കിട്ടിയെന്ന് വരണ്ട, അത് ഫദ്ലുള്ളാഹി. അബദിൻ്റെ കടമ ചോദിക്കില്ലേ? ഇത് ചോദിക്കാത്ത കിട്ടിയിട്ടുണ്ട്, ചോദിച്ചാൽ കിട്ടാത്തതുണ്ട്. മൗലൂദിന് തഹസീലില്ല. അതുകൊണ്ട് മൗലൂദ് മോശമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹക്കായ മൗലിദാണെങ്കിൽ അത് ഹക്കായ മൗലിദ് ഒരു ഇബാദത്ത്. ആ കിട്ടും. അടുത്ത അപ്പം അതിൻ്റെ പൈസ അങ്ങോട്ട് വന്നിട്ടുണ്ട്. 1000-ത്തിന് മുട്ട കൊടുത്തിട്ട് ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, മുട്ട കൊടുക്കാണ്ടും പ്രസവിച്ചിട്ടുണ്ട്. അതിനുള്ള തഹസീൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇത് ചെയ്തിട്ടാണ് അതുണ്ടായത്, ഇതുണ്ടായതെന്ന് ആ കൂട്ടി വായിച്ചതിലാണ് പിഴച്ചത്. നോക്കാം. عدمي فأعرضوا فأرسلنا عليهم سيل العرم وبدلناهم عرمينا منك എന്താന്ന് പഠിച്ചത് ഷമാസ ഒന്ന് ഓതിയാട്ടെ മക്കളുടെ വെക്കണ്ടേ. അതിന് വേണ്ട സൈലൽ അരിമീനവിടെ വെക്കുന്ന വക്കപ്പ് കാഫിയായില്ലേ? വലിയ വെള്ളപ്പൊക്കം അയച്ചു കൊടുത്തെന്നാ പറയുന്നു. ഓരോ കൃഷിയെല്ലാം നശിച്ചെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി. നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്തുള്ള വെള്ളപ്പൊക്കത്തിനോട് വെല്ലുന്ന വെള്ളപ്പൊക്കമായിരുന്നത് സൈലുൽ അരിമ. യമനിലെ അണക്കെട്ട് പൊട്ടി. അപ്പോൾ എന്താക്കാ? അപ്പുറം കുറേ നീണ്ടിട്ടാ പോകുന്നു. വബദ്ദൽനാഹും എടുക്കുന്നു. ذواتي أكل خمط وأثل وشيء من سدر قليل ذلك جزيناهم بما كفروا وهل نجازي إلا الكفور. وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين. وقالوا رب
ربنا باعد بين أسفارنا وظلموا أنفسهم وجعلناهم أحاديث ومزقناهم كل ممزق إن في ذلك لآيات لكل صبار شكور. ولقد صدق عليهم إبليس ظنه فاتبعوه إلا فريقا من المؤمنين وما كان له عليهم من سلطان إلا لنعلم من يؤمن بالآخرة ممن هو منها في شك وربك على كل شيء حفيظ. ഷക്ക് കൽക്കലത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് അത് കേൾക്കുകയും ചെയ്യും. കൽക്കലത്തിൻ്റെ പകുതി കൊണ്ടാടുണ്ടല്ലോ. ഞാനൊരുല്ലേ ചടങ്ങിൽ നമുക്ക് ഒരു സായിക്കായ വെപ്പ് വേണമല്ലോ. وهو الذي كبير ركع قل ادعوا الذين زعمتم من دون الله لا يملكون مثقال ذرة في السماوات ولا في الأرض وما لهم فيهما من شرك وما له منهم من ظهير. ولا تنفع الشفاعة عنده إلا لمن أذن له حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير. മലായിക്കത്തിന് പരസ്പരം വഹി അറിയിക്കുന്ന അതിൻ്റെ പറയുന്ന ആറ്റാണ്. حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق. അത് വിശദീകരണ ഹദീസിലുണ്ട്. നാളെ വെക്കാം. പിന്നെ ഇവിടെ ഇപ്പം എത്തൂല. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.